അധ്യാപകനായിരിക്കുന്ന ബ്രദർ ക്രിസ്തുദാസ് മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുമല്ലോ. താങ്ക് യു ജീസസ്. നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തം വിശ്വസ്തനുമാക്കും മറന്നു നല്ല ജീവിക്കുന്നതുമായ ഞങ്ങളുടെ ദൈവമേ കർത്താവേ, യേശുവായി ഈ രാത്രി ഈ ശാന്തവും മനോഹരമായ രാത്രി പിതാവേ, ഞങ്ങളങ്ങ് സണ്ടോട്ട് പിതാവേ കടന്നു കർത്താവേ, വന്നിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾ കർത്താവേ അങ്ങ് സൂക്ഷിച്ചു അങ്ങ് പരിപാലിച്ചു. ഒരു ആപത്തിനടുത്ത് കൂടെ പിതാവ് അങ്ങ് പരിപാലിച്ചതിനോർത്ത് കർത്താവ് ഞങ്ങളങ്ങ് മഹത്വപ്പെട്ട കർത്താവ്. പിതാവ് ഈ നടക്കുന്നതായ മീറ്റിങ്ങിൽ മേലും ദൈവത്തിൻ്റെ കരം പിതാവെ കൂടുണ്ടായിരിക്കണേ ഞങ്ങൾ പ്രാർത്ഥിക്കും. പിതാവെ ഇത് നടക്കുന്ന പാട്ടുപാടിയ ഓരോ പൈതങ്ങളെ കർത്താവെ അങ്ങ് പിതാവെ അങ്ങനെ കരങ്ങളിലെടുത്ത് നാളുകൾ അങ്ങ് പ്രയോജനപ്പെടുത്തേ ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവെ ഞങ്ങൾ ശബ്ദവും വിളിച്ചോ നമുക്ക് കർത്താവെ അങ്ങ് അംഗീകനായി നന്ദി പറയാം. കർത്താവ് സഭ പാസ്റ്ററിനെ അനുഗ്രഹിക്കും. പിതാവെ ക്രൂശ് നിൽക്കുന്നുണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തമ്മെ അങ്ങടാക്കി ഓർത്ത് കർത്താവ് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തതായ ദൂതമായി വന്നിരിക്കുന്നതായ മനുസഹോദരനെ അനുഗ്രഹിക്കും. പിതാവ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്നതായ ഓരോ വചനങ്ങളും കേട്ട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സംഹരിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ തോമേ ഞങ്ങൾ ഇടയാക്കണം. കർത്താവ് നൽകിയിരിക്കുന്നതായ സ്തോത്ര വഴിപാട് അനുഗ്രഹിക്കും. പിതാവേ അങ്ങ് അനുഗ്രഹിച്ച് തന്നതിനായി സ്തോത്രം. പിതാവ് അർപ്പിച്ചതായ ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും കർത്താവ് അങ്ങ് മടക്കി തമ്മേ അവരുടെ ഹൃദയങ്ങളിൽ മനുഷ്യർ കൊടുത്തതായ കർത്താവ് അങ്ങ് കൊടുക്കുന്ന കൃപക്കായി സ്തോത്രം. പിതാവ് യേശു തീർന്ന ആദിയുടെ അവസാനം വരെ ദൈവത്തിൻ്റെ കരം കൂടി യേശു ആ കൃപ തോന്നിയ പ്രാർത്ഥന കേൾക്കുന്ന ജീവനുള്ള പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. തുടർന്ന് നമ്മൾ ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ പ്രധാന സമയത്തെത്തിയിരിക്കുകയാണ്. തുടർന്ന് ദൈവവചന ശുശ്രൂഷയ്ക്കായി പ്രിയ സഹോദരൻ മണി ബ്രദറിനെ ക്ഷണിക്കുന്നു. കരങ്ങളെ തട്ടി കർത്താവിന് മഹത്വം കരേറ്റുമ്പോൾ പ്രിയ സഹോദരൻ ശുശ്രൂഷിക്കുന്നതായിരിക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. അധ്യക്ഷനായിരിക്കുന്ന ദൈവദാസനും കൂടി വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും പാടി ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയ പ്രിയ പൈതങ്ങൾക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ശബ്ദപ്രതിക്കുള്ള ഉച്ചഭാഷ ശബ്ദത്തിൽ ആയിരിക്കുന്ന എല്ലാ മാന്യ സഹോദരിയെയും അതുപോലെ ഓൺലൈനായി ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്വാഗതം ഞാൻ അറിയിക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. മനോഹരമായ നല്ല പാട്ട് പാടുവാൻ സ്വർഗത്തെ ദൈവം ഇടയാക്കി. സ്തോത്രം. അതിനായി കുഞ്ഞുങ്ങൾക്ക് വീണ്ടും ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. സർവേശ്വരനായ ദൈവം കുഞ്ഞുങ്ങളെ പിന്നെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം പിന്നെയും അവർക്ക് കൃപകളും കൃപാവരങ്ങളും കൊടുത്ത് ദൈവനാമത്തിന് വേണ്ടി അധികമായി അനേകം സദസ്സുകൾ പിന്നെയും പാടുവാൻ സ്വർഗത്തെ ദൈവം അതിൻ്റെ വഴിയും മുഖാന്തരങ്ങളെ ദൈവം ഒരുക്കട്ടെ എന്ന് പറയുകയാണ്. അതിൽ മാത്രമല്ല ഈ സമയം ദൈവത്തിൻ്റെ സ്തോത്രം ഈ ഫെസ്റ്റിവലിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ദൈവദാസന് അതിമായുള്ള നന്ദിയുണ്ട്. കാരണം ദൈവത്തിൻ്റെ സ്തോത്രം സഭയിൽ പ്രകാരം സൺഡേ സ്കൂളിൻ്റെ മുഖേന അതിൻ്റെ പിന്നിലെ പ്രവർത്തിച്ച സൺഡേ സ്കൂളിൻ്റെ കമ്മിറ്റി, മറ്റു കമ്മിറ്റി ഒത്തിരി പ്രവർത്തനങ്ങൾ, അതിലുള്ള എല്ലാ വ്യക്തികളെയും ഞാൻ വീണ്ടും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ദൈവദാസനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇപ്രകാരം നമ്മുടെ സഭയിൽ ദൈവം ഒരു നല്ലൊരു ദൈവദാസൻ നല്ല കാഴ്ചപ്പാട് കൊടുത്തുവല്ലോ. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ, തൻ്റെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ ഞാൻ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും സ്തോത്രം ദൈവമായ കർത്താവ് കുടുംബമായി എല്ലാവരെയും അനുഗ്രഹിക്കത്തോളുള്ള മീറ്റിങ്ങുകളിലൊക്കെയും ഇനി അനേകം പേര് ഈ ദേശത്തു നിന്നും നമ്മുടെ സഭയിൽ നിന്നും വരുവാൻ ഇനി അനേകം പേരുണ്ട്. അവരൊക്കെയും ദൈവം കൂട്ടി വരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കിടക്കാൻ കാരണം സമയം മുമ്പിലില്ലല്ലോ. നമുക്കെല്ലാവർക്കും തക്ക സമയത്തിന് വീടുകളിൽ പോകണം. ഇവിടെ സ്തോത്രം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്നെ ഏൽപ്പിച്ച സമയത്തിനുള്ളിൽ തന്നെ ഞാൻ നിന്ന് സംസാരിച്ചിട്ട് ദൈവവചനം സംസാരിച്ചിട്ട് ഞാൻ അതിൻ്റെ അവസാനിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ദൈവമക്കളെ, നിങ്ങളെല്ലാവരും വളരെ സ്തോത്രം ശ്രദ്ധയോടെ ആയിരിക്കണം. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ വീണ്ടും വരുന്നവനായ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷയുടെ ഞാൻ ഭജന ശുശ്രൂഷയിലേക്ക് കിടക്കുകയാണ്. ഒരാൾ വായിച്ചെന്നെ സഹായിക്കണം. രൂത്തിൻ്റെ പുസ്തകം 3:3 അതിൻ്റെ 9 കൂടി വായിച്ചോണേ. മതി. അടുത്ത 9.
ദൈവത്തിന് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമേറിയ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവേ, നീ പ്രകാരം ഞങ്ങൾക്കൊരു അവസരം ദൈവം ഒരുക്കി. കർത്താവെ, പ്രിയ കുഞ്ഞുങ്ങളുടെ കർത്താവെ ആലുബെസ്റ്റലുമായി ആമേൻ കർത്താവെ, സ്വർഗത്തെ ദൈവം ഞങ്ങൾക്ക് മാതാപിതാക്കളായി ഞങ്ങൾക്കും കർത്താവെ ആലിയ കർത്താവെ ദൈവം ഒരുമിച്ചൊന്ന് കൂടി സഹോദരങ്ങളായി കുഞ്ഞുങ്ങളായി യൗവനക്കാരായി കർത്താവ് കൂടി വന്ന് ദൈവദാസനായി കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന് ദൈവത്തെ ആരാധിപ്പാനും ഇപ്രകാരം ഒരു സന്ദർഭം ദൈവം ഒരുക്കാനായി പിന്നെയും ദൈവം നന്ദി പറയുകയാണ്. കർത്താവെ, വചനം അങ്ങയുടെ സന്നിധിയിലേക്ക് തരുന്നു. കർത്താവെ, വചനം അങ്ങേതാണ്. ആമേൻ കർത്താവെ, ഹല്ലേലൂയ. ദൈവവചനം സംസാരിക്കുന്ന അടിയനും അങ്ങേതാണ്. ദൈവം അടിയിൽ കൂടി ദൈവം സംസാരിക്കണം, ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണം. കർത്താവെ, ഇത് എങ്ങനെയാണ് വിഭജിക്കേണ്ടത് എന്ന് ഹല്ലേലൂയ കർത്താവെ അങ്ങ് തന്നെ സ്വർഗത്തിൽ നിന്ന് ദൈവം അരുളി കൂടി അരുളി ചെയ്യണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ആമേൻ കർത്താവ്, വചനത്തിന്റെ പാരമ്പര്യമില്ല, വചനത്തിന്റെ കർത്താവ് പഴക്കമില്ല, എങ്കിലും ഞങ്ങൾ ഒന്നറിയുന്നു, സ്വർഗത്തെ ദൈവം സകലത്തെയും സാധ്യമാക്കുവാൻ, സകലത്തെയും അതിന്റെ പ്രവണതയിലേക്ക് കൊണ്ടുവരുവാൻ, അതിന്റെ പ്രവണത ഫലത്തെ എത്തിക്കുവാൻ എൻ്റെ സ്വർഗത്തെ ദൈവത്തെ കൊണ്ട് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണ്. കർത്താവെ, കേൾവിക്കാർക്ക് കർത്താവ് പ്രയോജനമായി തീരുവാൻ ആമേൻ ചില ജീവിതങ്ങളെ ആമേൻ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ജീവിതങ്ങൾക്ക് കർത്താവെ ഇത് ഉത്തേജനവും വിടുതലും അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി കാണുവാൻ സ്വർഗത്തെ ദൈവം ഇടയാക്കണി. വയറ്റിൽ കൂടി കർത്താവെ ദൈവം ഒരു അത്ഭുതം ചെയ്യണം. കർത്താവെ, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി ഈ പകൽക്കാലം വെളിപ്പെടുവാൻ, ഈ രാത്രികാലം വെളിപ്പെടുവാൻ ഞങ്ങൾ സ്വർഗത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇതിന് പിന്നിൽ ഒരു അന്ധകാര ശക്തികളെ വചനത്തെ മറയുവാൻ ദൈവം അനുവദിക്കരുത്. ആമേ, വചനത്തിന്റെ വാതിൽ ദൈവം തുറന്നു തരണം, ദൈവത്തിന്റെ ശബ്ദം കേൾപ്പിക്കുമാറാകണം. കർത്താവെ, ആമേ അങ്ങ് തന്നെ ഞങ്ങളോട് സംസാരിക്കും, അങ്ങ് തന്നെ കർത്താവെ ഹല്ലേലൂയ അതിന്റെ പ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തുമാറാകണം. കർത്താവെ, വചനം കർത്താവെ ആമേൻ കർത്താവെ ഹല്ലേലൂയ കേട്ടിട്ട് ഞങ്ങളെ തന്നെ ചതിക്കാതെ വേണം വചനപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണം. കർത്താവെ, ആമേ ചാരത്തും ദൂരത്തും കർത്താവ് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. ആമേ, പിന്നെയും കർത്താവ് ദൈവത്തിന്റെ വചനം കേട്ടിട്ട് ആമേൻ രക്ഷയെ മനസ്സിലാക്കുവാൻ, രക്ഷകനായ യേശുവിനെ സ്വീകരിപ്പാൻ സ്വർഗത്തെ ദൈവം അവരുടെ ഹൃദയങ്ങൾ മേൽ ദൈവം കർത്താവെ അത്ഭുതങ്ങൾ ചെയ്യണം. കർത്താവെ, ലുതിയുടെ ഹൃദയത്തിന്റെ കർത്താവ് ഹൃദയത്തിന്റെ വാതിൽ തുറന്ന ദൈവം ആമേൻ കർത്താവ് ജീവിതങ്ങളുടെ വാതിലുകള് ആമേ ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന് പറഞ്ഞ കർത്താവെ, ഈ കർത്താവ് രാത്രികാലം സ്വർഗത്തെ കിളിവാതിൽ ദൈവം തുറക്കുമാറാകണം. കർത്താവെ, അവിടെ ഹൃദയങ്ങൾ ദൈവം തുറക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ എല്ലാവരും ഒന്നുകൂടി ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, അവിടുത്തെ കരങ്ങളെ ഏൽപ്പിക്കുകയാണ്. അവിടുത്തെ സാന്നിധ്യം വെളിപ്പെടുത്താട്ട് കർത്താവെ അതിൽ കൂടി അവിടെ നിന്ന് സംസാരിക്കും. കൃപയും മഹത്വം തിരുമേനിക്ക് തന്നെ ഇരിക്കട്ടെ, സകല പുകഴ്ച അങ്ങേക്ക് തന്നെ ഇരിക്കട്ടെ. അങ്ങ് തന്നെ കർത്താവ് മഹത്വം എടുക്കണം. സകലം യേശുനാമത്തിനെ ചോദ്യം കൃപ സൊല്ല പിതാവേ, ആമേൻ. ഒന്നുകൂടി വായിക്കാം. 3 മതി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഈ വാചകത്തിന്റെ പശ്ചാത്തലം ഏറെക്കുറെ ദൈവമക്കളായ നമുക്കെല്ലാവർക്കും അറിയാം. മോവാബ് ദേശത്തായിരുന്ന ഒരു രൂത്തിന്റെ ചരിത്രമാണ്. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. യഹൂദ ദേശത്ത് ബെത്ലഹേമിലായിരുന്ന ഒരു നഹോമിയുടെ ഈ ഒരു കുടുംബത്തിന്റെ ചരിത്രമാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു ചരിത്ര പുസ്തകം. ഇത് എഴുതി ആരെന്ന് ചോദിച്ചാൽ ഗ്രന്ഥകർത്താവ് ശമൂവേൽ എന്ന് സ്തോത്രം എഴുതിയിട്ടുണ്ട്. ഇതിലല്ല, അതിന്റെ ഗ്രന്ഥത്തിന്റെ ദൈവത്തിന്റെ വചനത്തിന്റെ സ്തോത്രം വ്യാഖ്യാനത്തെ അത് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ആര് എഴുതിയാലും ഒരു ദൈവവൈതല് സ്തോത്രം എങ്ങനെയാണ് അവൻ ജീവിക്കണം, അവൻ ഏത് സ്ഥലത്ത് വന്നാൽ അനുഗ്രഹമുണ്ട്, ഏത് സ്ഥലത്ത് നിന്നാൽ അവന് സ്തോത്രം വിടുതലുണ്ട്, അല്ലെ ഏത് സ്ഥലത്ത് നിന്നാൽ അവന് അല്ലെങ്കിൽ നന്മ കാണുവാൻ കഴിയയില്ല, അല്ലെങ്കിൽ ജീവിത തകർച്ചയാണ് എന്നൊക്കെയും ദൈവത്തിന്റെ സ്തോത്രം ഇവിടെ കൃത്യമായിട്ട് ഈ സ്തോത്രം രൂത്തിന്റെ പുസ്തകത്തിൽ കാണുക. ഈ രൂത്തിന്റെ പുസ്തകം എന്ന് പറയുമ്പോൾ അതിൽ 4 അധ്യായം സ്തോത്രം ഇതില് സ്തോത്രം ഉണ്ട്. ദൈവത്തിന്റെ സ്തോത്രം 4 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അതിലേക്ക് കൃത്യമായിട്ട് ആമേൻ ദൈവത്തിന്റെ സ്തോത്രം ദൈവ സന്നിധി വിട്ട്. കാരണം യഹൂദ ദേശം യഹൂദ എന്ന് പറയുമ്പോൾ സ്തുതിയാണ് സ്തോത്രം. എന്നാൽ ബെത്ലഹേം എന്ന് പറയുമ്പോൾ അപ്പത്തിന്റെ വീടാണ്. എന്നാൽ അപ്പത്തിന്റെ വീട്ടിലായിരുന്ന അല്ലെങ്കിൽ സ്തുതിച്ചു കൊണ്ടിരുന്ന ദൈവവൈതങ്ങള്, അപ്പത്തിന്റെ വീട്ടിലായിരുന്ന ദൈവവൈതങ്ങള് ദൈവത്തിന്റെ വിളിയും തിരഞ്ഞെടുപ്പും സ്തോത്രം ജീവിതത്തിലെല്ലാം അനുഭവിച്ച് ദൈവത്തിന്റെ നന്മകൾ അനുഭവിച്ച്
കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു കുടുംബം ഇതാ ന്യായാധിപന്മാര് ന്യായപാലനം ചെയ്തപ്പോൾ, അല്പം ഞാൻ മുമ്പോട്ട് പോവുകയാണ്, വചനത്തിലേക്ക് ഞാൻ പിന്നെ മടങ്ങി വരും. ദൈവത്തിന്റെ സ്തോത്രം. ന്യായപാലനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ സ്തോത്രം, അന്ന് സ്തോത്രം യഹൂദയില് ക്ഷാമമുണ്ടായി. ആ സമയത്താണ് ഈ സ്തോത്രം ഒരു കുടുംബം ഇതാ എന്താ ചെയ്യുന്നത്, ഇവിടെ യഹൂദയിൽ ക്ഷാമം ഉണ്ടായപ്പോൾ ബെത്ലഹേമിൽ നിന്ന് ഇവരിതാ മോവാബിലേക്ക് ആഹാരമുണ്ട്, അവിടെ എല്ലാ ഫലപുഷ്ടിയുമുണ്ട് എന്ന് അറിഞ്ഞിട്ട് അവിടേക്ക് അവർ അല്ലെങ്കിൽ പ്രവാസികളായി പോകുവാനിടയായി. അവർ പ്രവാസികളായി പോയപ്പോൾ സ്തോത്രം അവിടെ ചെന്ന് സ്തോത്രം ചില മാസങ്ങളും ചില വർഷങ്ങളും കഴിഞ്ഞപ്പോൾ എലിമേലേക്ക് എന്ന് പറയുന്ന നഹോമിയുടെ ഭർത്താവ് മരിപ്പാനിടയായി. സ്തോത്രം എലിമേലെക്കിന്റെ വാക്കിന്റെ അർത്ഥം ഇങ്ങനെയാണ്, യഹോവ എന്റെ രാജാവ്. സ്തോത്രം. ഈ രാജാവ് എന്ന് പറഞ്ഞ വ്യക്തി, സ്തുതിക്കുന്ന വ്യക്തി ഇപ്പോൾ പോയിരിക്കുന്നത് എവിടെയാണ്? മോവാബ്. മോവാബ് എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സ്തോത്രം, നമുക്കെല്ലാം അറിയാം, ദൈവത്തിന്റെ വചനം തിട്ടമിട്ടമായി പറയുകയാണ്. ആമേൻ സ്തോത്രം. ഈ മോവാബ് എന്ന് പറയുന്നത് ദൈവം ശപിക്കപ്പെട്ട ഒരു പട്ടണമാണ്. കാരണം 10ാം തലമുറ വരെയും അത് ദൈവസന്നിധി ചെല്ലുവാൻ പാടില്ല എന്ന് അങ്ങനെ സ്തോത്രം ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അത് മാത്രമല്ല സ്തോത്രം നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ 13-ാം അധ്യായം അതിൽ 1 വായിക്കുമ്പോൾ അതിന് വായിക്കേണ്ട സ്തോത്രം അവിടെ കാണുകയാണ്. ഒരു സ്തോത്രം മോശ ന്യായപ്രമാണം ദൈവ കുഞ്ഞുങ്ങൾ കൊടുത്തപ്പോൾ പറയുവാനിടയായി, ഒരിക്കലും മോവാബിയൻ ദൈവസഭയിൽ പ്രവേശിക്കരുത് എന്ന് പറയുവാനിടയായി. അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, ആ ദേശത്തേക്കാണ് ഇതാ സ്തോത്രം ആര് പോകുന്നത്? ഇതാ ഒരു കുടുംബം, ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന കുടുംബം, ദൈവത്തിന്റെ നന്മ അനുഭവിച്ചുകൊണ്ടിരുന്ന കുടുംബം, ആമേൻ, ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചുകൊണ്ടിരുന്ന കുടുംബം, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്ന കുടുംബം ഇപ്പോൾ എവിടേക്കാണ് പോകുന്നത്? ആമേൻ, ദൈവത്തെ ഹല്ലേലൂയ സ്തോത്രം വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതും ആമേൻ വിഗ്രഹാർപ്പണം ചെയ്യുന്ന ആ സ്തോത്രം ആ പട്ടണത്തിലേക്കാണ് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം അവിടെ ഇവരെ അടങ്ങിയിരിക്കുമോ? ദൈവം അവിടെ പ്രതികാരം വീട്ടാതിരിക്കുമോ? നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്ന് ദൈവത്തിന്റെ തിരുവചനം വായിക്കുന്നു. അനുസരിക്കുന്നവന് രക്ഷയും അനുസരിക്കാത്തവന് ശിക്ഷിക്കുന്ന ദൈവമെന്നാണ് ദൈവത്തിന്റെ വചനം വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്തോത്രം അനുസരണക്കെട്ടവന് ആ സ്തോത്രം ദൈവം ന്യായം വിധിക്കുന്ന ദൈവമെന്ന് തിരുവെഴുത്ത് വായിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന ജീവിതമേ, ഈ കുടുംബം എവിടേക്ക് പോയി? മോവാബിലേക്ക് പോയി. മോവാബിലേക്ക് പോയപ്പോൾ ഇതാ സ്തോത്രം, ഇതാ ഹല്ലേലൂയ, ഈ കുടുംബ നഹോമിയും സ്തോത്രം സ്തോത്രം 2 മക്കളും ഹല്ലേലൂയ 2 മക്കളുടെ മക്കളുമായിട്ട് ഇവർ മോവാബിലേക്ക് പുറപ്പെടുവാനിടയായി. മോവാബിൽ ചെന്നു ചില വർഷം അവരെ സുഖമായിട്ട് വസിച്ചു. എന്നാൽ പിന്നത്തേതില് ഇതാ ഒരുവൻ കുടുംബത്തെ പോറ്റുന്നവൻ അല്ലെങ്കിൽ കുടുംബത്തെ നടത്തുന്ന കുടുംബനായകൻ ഇതാ അവിടെ നിന്ന് നമ്മുടെ ഇവിടുത്തെ മലയാളത്തിൽ പറഞ്ഞാൽ ആ കുടുംബനായകൻ സ്തോത്രം ഇതാ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നതായി കാണുന്നു. എന്നാൽ മാറ്റപ്പെട്ടപ്പോൾ ഹല്ലേലൂയ എന്ന നഹോമി എന്താ ചെയ്തു? അവിടെയും എന്നാൽ മടങ്ങി വരുവാൻ അവർക്ക് പിന്നെയും മനസ്സില്ല, ആ സഹോദരിക്ക് മനസ്സില്ല. കാരണം മോവാബ് ദേശത്ത് ഭക്ഷണമുണ്ട്. ഇതാ ഇവിടെ ദൈവത്തിന് സ്തോത്രം അല്പം ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലത്ത് അല്പം സ്തോത്രം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തെ ആരാധിച്ച ആ കുടുംബത്തിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ അല്പം ക്ഷാമം വന്നപ്പോൾ, തങ്ങളുടെ ദേശത്ത് അല്പം ഹല്ലേലൂയ നന്മ കുറഞ്ഞപ്പോൾ അവരിതാ പോയത് എവിടേക്കാ? പുഷ്ടിയുള്ള സ്ഥലത്തേക്ക്. അത് എവിടെയാ? ഹല്ലേലൂയ ദൈവം അംഗീകരിക്കാത്ത ഒരു ദേശത്തേക്ക്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ ജീവിതമേ, ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ദൈവത്തിന്റെ വചനം കേട്ടിട്ട് ദൈവത്തിന്റെ സ്തോത്രം പലപ്പോഴും നിങ്ങളുടെ ഒരുപക്ഷെ ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നേക്കാം, ഒരുപക്ഷെ ദൈവത്തെ ആരാധിക്കാത്ത വ്യക്തിയായിരുന്നേക്കാം, ഒരുപക്ഷെ സ്തോത്രം മറ്റു മതങ്ങളിൽ വിശ്വസിക്കുന്നവനായിരുന്നേക്കാം, അല്ലെങ്കിൽ മറ്റ് പുണ്യപ്രവൃത്തികൾ ചെന്ന് കണ്ട് അതിനെ നമസ്കരിക്കുന്ന ആളായിരുന്നേക്കാം. ഞാൻ ഒന്ന് പറയട്ടെ, ദൈവത്തിന്റെ സ്തോത്രം ജീവനുള്ള ദൈവത്തിന്റെ മുമ്പില് വീണിട്ട് സ്തോത്രം അത് അവിടെ നിന്ന് പിന്മാറിപ്പോയാൽ അതിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ അത് വിവരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ദൈവത്തിന്റെ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിൽ വീഴുന്നത് നിങ്ങൾ സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ. ദൈവത്തിന്റെ സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഭാഗം വിടട്ടെ. എന്നാൽ അവിടെ നിന്ന് ഇതാ ഹല്ലേലൂയ 2 മരുമക്കളെ നഹോമി എടുപ്പാനിടയായി. സ്തോത്രം 2 മക്കളുണ്ടായിരുന്നു. ഹല്ലേലൂയ മഗ്ലോനെന്നും ഗിലിയോനെന്നും പറഞ്ഞ 2 മക്കൾ അവർക്ക് ഉണ്ടാകുവാനിടയായി. അവർക്ക് അവിടെ നിന്ന് ഒരു കുടുംബ ബന്ധം തുടങ്ങുകയാണ്. കുടുംബ ബന്ധം തുടങ്ങിയപ്പോൾ എന്താ വന്നത്? അവിടെ കാണുന്നത് സ്തോത്രം ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിലെ സ്തോത്രം ഇതാ ഹല്ലേലൂയ 2 തലമുറകളും ഇതാ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. പിന്നെ ഇവർ ശേഷിക്കുന്നത് സ്തോത്രം 3 സ്ത്രീകൾ മാത്രം. നോക്കണേ, ഒരു കുടുംബത്തിന്റെ ദയനീയമായ അവസ്ഥ.
ദൈവത്തിന്റെ ഹാലലിയ സ്തോത്രം സ്ഥാനത്ത് നിൽക്കേണ്ടവര് സ്തുതിച്ചു കൊണ്ടിരുന്ന ദൈവവൈദങ്ങള് അപ്പത്തിന്റെ വീടായത് ഹാലലി ബെത്ലഹേമില് ദൈവത്തെ മൗത്യപ്പെടുത്തിക്കൊണ്ടിരുന്ന കുടുംബം ഇപ്പോൾ ഏത് രീതിക്ക് ചെന്ന് നിൽക്കുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ ഹാലലുയ. അങ്ങനെയാ സ്തോത്രം ഏത് രീതിക്കാണ് അവർ നിൽക്കുന്നത്, എവിടെയാണ് നിൽക്കുന്നത്? ആമേൻ എല്ലാം നഷ്ടപ്പെട്ടവളായി. ആമേൻ അവർക്ക് സഹായമുണ്ടായിരുന്ന സഹായ കഷ്ടങ്ങളൊക്കെയും സ്തോത്രം അവരിൽ നിന്ന് മാറുവാനിടയായതായി ദൈവത്തിന് വന വായിക്കുകയാണ്. ഞാൻ ഒന്ന് ഓടിച്ചു പറയട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ആമേൻ ഇതിലെ സ്തോത്രം. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെയും സ്തോത്രം നഗോമി തന്റെ 2 മരുമക്കളോടും പറയുവാനിടയായി, മക്കളെ നിങ്ങൾ ഇനി ഒരു കാര്യം ചെയ്യണം, എന്നോട് സർവശക്തൻ കയ്പായി പ്രവർത്തിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഇതാ ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയപ്പോൾ അവർക്ക് അതിന് ഓർമ്മ വന്നില്ല. അവരുടെ ജീവിതത്തിൽ ശിക്ഷ വന്നപ്പോൾ ഇതാ സർവശക്തൻ എന്നോട് കയ്പായി പ്രവർത്തിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ആമേൻ ഈ സഹോദരി ഇതാ മരുമക്കളോട് പറയുകയാണ്, നിങ്ങൾ ഇന്നൊരു കാര്യം ചെയ്യണം, നിങ്ങളുടെ സ്വദേശത്തേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുവിൻ, നിങ്ങളുടെ അമ്മയപ്പന്മാരുടെ വീട്ടിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുവിൻ, നിങ്ങളുടെ ദേവന്മാരെ തന്നെ സേവിപ്പീൻ. ഇനി നിങ്ങൾ എന്നോടുകൂടെ കൂടരുത്, എന്നോടുകൂടെ വരരുത്, എന്റെ സർവശക്തൻ എനിക്ക് വിരോധമായി എണീറ്റിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്ന കുടുംബം ഇപ്പോൾ എന്താ? ദൈവത്തിന്റെ സ്തോത്രം. ദയനീയ രീതിയില് ദൈവത്തിന് വനമായിരിക്കുന്നു. നീതിമാൻ വീണാലും അവൻ നിലംപരിചയാകുകയില്ല, അവൻ 7 പ്രാവശ്യം വീണാലും എണീക്കുമെന്നാണ്. പക്ഷെ ഇവിടെ ആ എണീപ്പിന്റെ ഒരു അനുഭവമല്ല വന്നത്, തകർച്ചയുടെ ഒരു അനുഭവം വന്നു. ദൈവത്തിന്റെ പ്രിയ പൈതലേ, നിങ്ങൾ എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ ദൈവത്തെ അനുസരിച്ച് ദൈവകൽപ്പന പ്രമാണിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവൻ നയിക്കുന്ന പ്രിയ ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, ദൈവ കുഞ്ഞുങ്ങളോട് പറയുവാനുള്ളത്, ആമേ ഒരുപക്ഷെ ജീവിത പ്രയാസങ്ങൾ വന്നേക്കാം, നമുക്ക് ഒരുപക്ഷെ ജീവിത ബുദ്ധിമുട്ടുകൾ വന്നേക്കാം, ഒരുപക്ഷെ നമ്മൾ കണ്ണുനീരിന്റെ അനുഭവങ്ങൾ വന്നേക്കാം, ഒരുപക്ഷെ നമുക്ക് ആരോടും പറയാൻ കഴിയാത്ത പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതം വന്നേക്കാം, ഒരുപക്ഷെ സാമ്പത്തിക ക്ലേശം വന്നേക്കാം, ഒരുപക്ഷെ ജീവിത ദാരിദ്ര്യം വന്നേക്കാം. എന്നാൽ നീ ഒന്ന് ചെയ്യണം, സർവശക്തനായ ദൈവത്തെ ഉപേക്ഷിക്കരുത്, എന്റെ വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. ഈ യേശുവിനെ പിൻപറ്റി യേശുവിന്റെ വഴി നടക്കുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. പ്രശ്നങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും. ക്രിസ്ത്യ ജീവിതം എന്ന് പറയുമ്പോൾ പ്രശ്നമുള്ളതാണ്, പ്രതികൂലമുള്ളതാണ്, പ്രതിസന്ധി ഉള്ളതാണ്, രോഗമുള്ളതാണ്, ദുഃഖമുള്ളതാണ്, വേദനയുള്ളതാണ്. ദൈവത്തിന്റെ സ്തോത്രം. പക്ഷേ ഇതിലൊക്കെ അതിജീവിക്കണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയുള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഈ രാത്രികാലം പറയട്ടെ, ആമേ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് എത്രത്തോളം കരയാമോ, എത്രത്തോളം പ്രാർത്ഥിക്കാമോ, ആമേ ഹല്ലേലൂയ, അവിടെ നിങ്ങൾക്ക് വിടുതൽ ലഭിക്കാൻ ദൈവം സഹായിക്കും. സ്തോത്രം. എന്നാൽ എന്നെ സന്തോഷിച്ച ഒരു വാക്യം കൂടി വായിക്കണം. രൂത്തിന്റെ പുസ്തകം 1:16. എന്നാൽ ഇതാ അമ്മാവി പറഞ്ഞു, മരുമക്കളോട് പോവാൻ പറഞ്ഞു. എന്നാൽ മരുമക്കള് ഇതാ ഒരു സ്തോത്രം തൻ്റെ മൂത്ത സഹോദരി പോവാനിടയായി. ആ സ്തോത്രം അവിടെ കാണുമ്പോൾ ഓർപ്പ അവൾ എന്ന് പറയുന്ന സഹോദരി പോവാനിടയായി. എന്നാൽ ഇതാ രൂത്ത് എന്താണ് പറയുന്നത് നമുക്ക് കേൾക്കാം. അതിന് രൂത്ത്, നിന്നെ വിട്ട് പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുത്. നിർത്തെ. സ്തോത്രം. ഇവിടെ പറയുന്നത് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ അമ്മാവി ഇവരോട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പോവാൻ പറഞ്ഞു. എന്നാൽ രൂത്ത് പറയുന്നത് എന്താണ്? നിന്നെ വിട്ട് പിരിയുവാൻ നീ എന്നെ അനുവദിക്കരുത്. താഴോട്ട് വായിച്ചാണ്. നിന്നെ വിട്ട് പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങി പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണത്താൽ അല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഒരു സഹോദരി, ജാതികമായ സഹോദരിയാണ്. നാമധേയ ആരാധന എന്തെന്ന് അറിയില്ല, സ്തുതിക്കുന്നത് എങ്ങനെയെന്ന് അറിയില്ല, പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്ന് അറിയില്ല. അങ്ങനെ ശപിക്കപ്പെട്ട പട്ടണത്തിലുള്ള ഒരു സഹോദരിയാണ് ഇപ്പൊ ഇതാ അമ്മാവിയോട് പറയുന്നത്, നിന്റെ ദൈവം എന്റെ ദൈവം. നിങ്ങൾക്ക് എന്നെ കേൾക്കും ജീവിതം നമ്മ കാലകാലങ്ങളായി വിശ്വാസത്തിലാണ്. നമ്മ ദൈവം വിളിച്ചു ഇറക്കി വാസ്തവമാണ്, ദൈവം നമ്മെ രക്ഷിച്ചു വാസ്തവമാണ്. ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളെ എന്നെ കൊണ്ട് പറയാൻ കഴിയുമോ? എൻ്റെ ദൈവം ആമേ ഹല്ലേലൂയ, എന്നെ ഹല്ലേലൂയ
എന്നെ അന്ത്യത്തോളം നടത്തും. ഈ ദൈവം ഹാലലി എന്നെ അവസാനത്തോളം നടത്തുമെന്ന് നിങ്ങൾക്ക് എനിക്ക് പറയാൻ പറ്റുമോ? ഈ ദൈവം എന്നെ കൈവിടുകയില്ല എന്ന് പറയാൻ പറ്റുമോ? ആമേൻ, സ്തോത്രം. ഇത് അമ്മാവിയോട് ആമേൻ രൂത്ത് പറയുകയാണ്, നീ ഹാലലിയ നിന്റെ ദൈവം എന്റെ ദൈവം. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഞാൻ ദൈവത്തെ സേവിച്ചിരിക്കുന്ന ദൈവമേ, നീ എനിക്ക് പ്രശ്നങ്ങളല്ല, പ്രതികൂലങ്ങളല്ല, ജീവിതത്തിൽ പ്രതിസന്ധി നേരിട്ടാലും ഞാൻ നിന്നെ വിട്ടു പോകുകയില്ല, നിന്റെ സന്നിധി വിട്ടു പോകുകയില്ല എന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ഇപ്പോൾ വിളിച്ചു പറയാൻ പറ്റുമോ? ദൈവത്തിന്റെ സ്തോത്രം. ജീവിതം എന്തൊക്കെ പ്രതിസന്ധി വരട്ടെ, എന്തൊക്കെ പ്രതികൂലം വരട്ടെ, ജീവിതം എന്തൊക്കെ ഹാലലുയ സ്തോത്രം ഹാലലുയ ദൈവ എന്തൊക്കെ പ്രശ്നം വന്നാലും, എന്തൊക്കെ ജീവിത തകർച്ച വന്നാലും, ആമേൻ ഹാലലുയ ഈ സഹോദരി, ജാതികമായ സഹോദരി വിളിച്ചു പറയുകയാണ്, നീ ഹാലലുയ നിന്റെ ദൈവം എന്റെ ദൈവം. സ്തോത്രം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും. എനിക്കത് അവിടെ നിന്ന് സംസാരിക്കാൻ വളരെ ആഗ്രഹമുണ്ട്, പക്ഷേ സമയം മുമ്പിൽ അനുവദിക്കുന്നില്ല. ഞാൻ പിന്നെയും മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിനു മുമ്പായിട്ട് ഒരു 4 സ്തോത്രം ദൈവത്തിന്റെ വചനം ഇപ്രകാരം വായിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം 4 കാര്യം കൂടി അതിൽ നിന്ന് പ്രസ്താവിപ്പാൻ എനിക്കുണ്ട്. അതിന് ഞാൻ സ്തോത്രം സ്തോത്രം ഈ രൂത്ത് ഇവളിനി എവിടേക്കാണ് പോകുന്നത്? ദൈവത്തിന്റെ സ്തോത്രം. ഈ രൂത്ത് അമ്മാവിയോട് പറയുവാനിടയായി, നീ മരിക്കുന്നിടത്ത് ഞാൻ മരിക്കും, നിന്റെ ദൈവം എന്റെ ദൈവം. ഇത് അവളെ വലിയപ്പച്ചനായ ലോത്ത് നേരത്തെ അബ്രഹാമും ലോത്തുമായി ഇറങ്ങിത്തിരിപ്പാനിടയായി. ആ ലോത്ത് സ്തോത്രം ലോത്തിന്റെ സ്തോത്രം ഇടയന്മാരും അബ്രഹാമിന്റെ ഇടയന്മാരുമായി ചില ശണ്ട കൂടുവാനിടയായി. അപ്പോൾ അബ്രഹാം പറഞ്ഞു, നമ്മൾ രണ്ടുപേരും സഹോദരങ്ങളാണ്, നമ്മൾ ഇവിടെ നിന്ന് പിരിയണം. അന്ന് രൂത്ത് സ്തോത്രം ഈ ലോത്ത് പറയണമായിരുന്നു, അല്ല സഹോദര, അല്ല, നമുക്ക് പിരിയാൻ പാടില്ല. നീയും ഞാനും ഇറങ്ങിത്തിരിച്ചു, നീയും ഞാനും ദൈവത്തിന് വേണ്ടി നമ്മൾ എവിടെയെന്ന് അറിയുന്നില്ല. ദൈവം ശില്പിയായി പണിയുന്ന ഒരു നഗരത്തെ നോക്കി ദൈവം നമ്മൾ വിളിച്ചിറക്കി, ആ സ്ഥലത്തേക്ക് ഞാനും വരും. നീ സേവിക്കുന്ന ദൈവത്തെ ഞാനും സേവിക്കും, നീ പോകുന്നിടത്തേക്ക് ഞാൻ വരും എന്ന് ഈ സ്തോത്രം ലോത്തിന് പറയേണ്ട സന്മനസ് തോന്നിയില്ല. അവൻ സന്തോഷത്തോടെ സ്തോത്രം അവിടെ കാണുന്നത് സന്തോഷത്തോടെ അവൻ നീരോട്ടമുള്ള ദേശം തിരഞ്ഞെടുത്തു. അവിടെ പോയി എന്തായി? ഇതാ ആ പട്ടണത്തെ നശിപ്പിക്കുന്നു എന്ന് ദൈവം പറഞ്ഞപ്പോൾ, ആ ദൂതൻ ഇതാ അവിടുത്തെ പുറത്തു കൊണ്ടുവന്നപ്പോൾ അരുതാത്ത കാര്യം പിന്നത്തേതിൽ നടക്കുവാനിടയായി. അങ്ങനെയാണ് ആ പട്ടണം തലമുറ ശപിക്കപ്പെട്ടതായി ദൈവത്തിന്റെ വചനം കാണുന്നത്. അതിന്റെ പശ്ചാത്തലം ഞാൻ അവിടെ അത് പറഞ്ഞു നിർത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദൈവത്തെ സേവിക്കുന്നവൻ, ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങിയവൻ, അവൻ അരുതാത്ത വഴിയിൽ പോയാൽ, അത് നിൽക്കാൻ പറ്റാത്ത പാതയിലേക്ക് പോയാൽ അവന് തകർച്ചയല്ലാതെ മറ്റൊന്നുമില്ല. കാരണം ദൈവത്തിന്റെ സ്തോത്രം നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്, ഒരു മുടിയനായ പുത്രനെ കുറിച്ച് നാം പഠിക്കുകയാണ്. അവൻ സ്തോത്രം തന്റെ അപ്പന്റെ അവകാശം വാങ്ങിക്കൊണ്ട് സ്തോത്രം അവൻ എന്താ ചെയ്തു? തന്റെ കൂട്ടുകാരുമായി ദൂരത്തേക്ക് ചെന്ന് കൂട്ടുകാരുമായി ആഡംബരത്തോടെ കഴിയുവാനിടയായി. തനിക്കുള്ളതൊക്കെ നഷ്ടപ്പെടുത്തി അവസാനം പന്നികൾക്ക് കൊടുക്കുന്ന വാളയിര കഴിക്കേണ്ട ഒരു സന്ദർഭം ആ പ്രിയ യുവാവിന് വരുവാനിടയായി. ഇതെന്താ? ദൈവത്തിന്റെ സ്നേഹത്തിലായിരിക്കുന്ന എൻ്റെ പ്രിയ ദൈവജനങ്ങളെ, എൻ്റെ ദേശനിവാസികളെ, ഒരുപക്ഷെ ജീവിതത്തിലെ അനർത്ഥങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നേക്കാം. നിങ്ങൾ പക്ഷേ അനേക സ്ഥലങ്ങളിൽ നേർച്ച കൊടുത്തേക്കാം. ആ നേർച്ച കാഴ്ചകൾ ഒന്നിനും നിന്നെ രക്ഷിപ്പാൻ കഴിയില്ല. രക്ഷിപ്പാനുള്ളത് ഒരു യേശു മാത്രമാണ് രക്ഷകൻ. അവനല്ലാതെ മറ്റൊരാൾ ഒരു രക്ഷകനില്ല ഈ ലോകത്ത്. ഈ ലോകത്ത് രക്ഷിക്കണമെങ്കിൽ യേശുവിനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. യേശു നമ്മെ പോലെ കഷ്ടങ്ങൾ ഈ ലോകത്ത് ജീവിച്ചു. യേശു ഈ ലോകത്ത് അനവധി കഷ്ടങ്ങൾ സഹിച്ചു. യേശു സഹിച്ച കഷ്ടത ഒന്നും ഈ ലോകത്തുള്ള വ്യക്തികൾ ആരും സഹിച്ചില്ല. ഇന്ന് സ്തോത്രം ചില സന്ദർഭങ്ങൾ നോക്കുമ്പോൾ സ്തോത്രം ചില ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ആൾക്കാരൊക്കെയും കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് പോലും തിരിച്ചറിഞ്ഞില്ല. ദൈവത്തിന്റെ സ്തോത്രം. അവരെന്താ ചെയ്യുന്നത്? ആരെയും ശാസിക്കുന്നില്ല, ആരെയും ഞാൻ ഹല്ലേലൂയ അപവാദം പറയുന്നില്ല. പക്ഷെ ചിലത് കാണുമ്പോൾ പറഞ്ഞും പോകും. ദൈവത്തിന്റെ സ്തോത്രം. എന്താ അവിടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതാ സ്തോത്രം കുരിശെടുത്തുകൊണ്ട് അവൻ ചുമക്കുകയാണ്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടിയാണ് ക്രൂശെടുത്ത് ആ കാൽവരി ക്രൂശില് യെരുശലേമിന്റെ വീതിയിൽ കൂടി ഗോൽഗോഥ എന്ന ഹല്ലേലൂയ ആ മലയിൽ കയറി 2 കള്ളമാടമത്തില് മൂന്നാമനായ ക്രിസ്തു അവിടെ നമുക്ക് വേണ്ടി തൂങ്ങുവാനിടയായി. നമ്മുടെ ശാപത്തെ വഹിച്ചുകൊണ്ട്, നമ്മുടെ രോഗത്തെ വഹിച്ചുകൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ തലയില് ഉള്ള വേദനയ്ക്ക് വേണ്ടി ഹല്ലേലൂയ മുൾമുടി അടിക്കപ്പെടുവാനിടയായി. ഹല്ലേലൂയ അന്നുള്ള പടയാളികള്
തന്നെ കാർക്കിച്ച് തൊപ്പുവാനിടയായി. ഇത് ആർക്ക് വേണ്ടി? നിനക്കും എനിക്കും വേണ്ടി. പക്ഷേ യേശു പറഞ്ഞു, ഇതാ നിക്കോദോമസിനോട് ഇപ്രകാരം പറയുവാനിടയായി. യേശു പറഞ്ഞു, നിക്കോദോമസേ, നീ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിന് ചെല്ലുകയില്ല. അപ്പോ ഇന്നത്തെ സ്തോത്രം നാമധേയ ആരാധനയിലും എല്ലാവരും ആയിരിക്കുന്ന പ്രിയ ദേശനിവാസിയെ, നിന്നോട് എനിക്ക് പറയുവാനുള്ളത്, യേശു കാണിച്ച മാതൃകയില്, യേശു കാണിച്ച പാതയില്, യേശുവിനെ പിൻപറ്റി അതിലേക്ക് പോകാൻ വേണ്ടി നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. യേശുവിന്റെ ക്രൂശ് ചുമന്നെന്ന് പറഞ്ഞ് നിന്റെ പാപം മാറുകയില്ല. യേശുവിന്റെ മുൾമുടി ചൂടിയെന്ന് പറഞ്ഞ് നിന്റെ അകത്യത്തിന്റെ രോഗത്തിന് ശമനം വരികയില്ല. ഒരുപക്ഷെ ചാട്ടവാറ് കൊണ്ട് നിന്റെ ദേഹത്തെ അടിച്ചെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നിനക്ക് പരിഹാരം കാണുകയില്ല. യേശു പറഞ്ഞ വചനത്തെ നീ പിൻപറ്റണം. യേശു കാണിച്ച ആ മാർഗ്ഗത്തിലേക്ക് നീ പോകണം എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് ഈ രാത്രികാലം നിന്നോട് ആഹ്വാനം ചെയ്യുന്നത്. ദൈവമേ, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, നാമും ആ പാതയിലേക്ക്, യേശുവിന്റെ പാതയിലേക്ക്, യേശുവിനെ പിൻപറ്റി, ആരെങ്കിലും ഇവിടെ യേശുവിനെ ഇരിക്കുന്നവരുണ്ടെങ്കിൽ ഈ രാത്രികാലം ഈ വീണ്ടെടുപ്പുകാരനായ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് മാത്രമേ പോകാവൂ. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ഭാഗം ഹല്ലേലൂയ ആ ഭാഗവും ഞാൻ വിടുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. എന്നാല് രൂത്ത് സ്തോത്രം അമ്മാവിയമ്മയോട് പറ്റി നിന്നു. അമ്മാവിയമ്മ പിന്നെ തന്നോട് സംസാരിക്കാൻ തുണിഞ്ഞതായി ഇവിടെ കാണുന്നില്ല. പിന്നെ അവർ രണ്ടുപേരുമായി സ്തോത്രം എവിടെ മടങ്ങി. സ്തോത്രം യഹൂദയിലെ ബെത്ലഹേമിലെ ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചു എന്നറിഞ്ഞപ്പോൾ അവർ മടങ്ങി വരുവാനിടയായി. മടങ്ങി വന്ന് അവിടെ നിന്ന് ദൈവത്തിന്റെ സ്തോത്രം സ്തോത്രം നഹോമിയോട് രൂത്ത് ചോദിക്കുകയാണ്, ഞാൻ ഇനി ഇവിടെ വെറുതെ ഇരുന്ന സമയം മെനക്കെടുത്തണ്ട എൻ്റെ അമ്മാവിയമ്മേ, ഞാൻ ഇനി ഒരു കാര്യം ചെയ്യട്ടെ, ഞാൻ വയലിലേക്ക് പോകട്ടെ. ഇതിപ്പോ കാല പറക്കുന്ന ഒരു കാലമാണ്, ഇപ്പോ ഹല്ലേലൂയ അവർ കൊയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം, നമുക്ക് വിശപ്പടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളും ഞാനും മാത്രമേ ഉള്ളൂ. നമുക്ക് വിശപ്പടക്കണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും വയൽ നോക്കി അവിടേക്ക് ഇറങ്ങണം എന്നവൾ മാനുഷ്യമായി ചിന്തിച്ചിട്ട് അമ്മാവിയമ്മയോട് പറയുവാനിടയായി, അല്ലെ അമ്മാവിയമ്മേ, ഞാൻ ഹല്ലേലൂയ എന്നോട് ദയ കാണിക്കുന്നവനോട് ഞാൻ ഇറങ്ങി കാല പറക്കട്ടെ എന്ന് ചോദിപ്പാനിടയായി. എന്നാൽ ദൈവത്തിന്റെ സ്തോത്രം, ഈ രൂത്തിനെ കുറിച്ച് പഠിക്കാമെങ്കിൽ രൂത്ത് സ്തോത്രം 4 അടിസ്ഥാന ഉപദേശമുണ്ട്. അത് പറയുവാൻ സമയമില്ല, എങ്കിലും ഞാൻ ഓടിച്ച് പറയട്ടെ. സ്തോത്രം രൂത്ത്, സ്തോത്രം മോവാബിലെ രൂത്ത്, വയലിലെ രൂത്ത്, കളത്തിലെ രൂത്ത്, ബോബോസിന്റെ വീട്ടിൽ രൂത്ത്. ഈ 4 അധ്യായത്തിലും 4 ഭാഗത്തെ രൂത്തിനെ കുറിച്ച് കാണുകയാണ്. സമുദായ കെട്ടിലായിരുന്ന രൂത്ത് ഇപ്പോഴെവിടെ? വയലിൽ ആര്? ദൈവജനത്തോടൊരുമിച്ച്. വയലിലെന്താ? വയലിൽ ആരുടെ വയലില്? സ്തോത്രം. അതിനൊന്ന് വായിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. രൂത്തിന്റെ പുസ്തകം 2:2. എന്നാൽ മോവാബിയ സ്ത്രീയായ രൂത്ത് നവോമിയോട്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പെറുക്കട്ടെ എന്ന് ചോദിച്ചു. പിന്നെ വായിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ ചോദിക്കുകയാണ്, ഞാൻ കതിർ പറക്കട്ടെ. അപ്പോൾ അവൾ എന്താ ചെയ്യുന്നു? ഈ സ്തോത്രം വയലിലെ രൂത്ത്, ഇനി അവൾ കളത്തിലെ രൂത്ത്. ഒന്ന് നോക്കണേ. ദൈവത്തിന് സ്തോത്രം. ജാതികമായിരുന്ന ഒരു വ്യക്തി ഇപ്പോൾ സ്തോത്രം അവൾ ദൈവസന്നിധിയെ പ്രാർത്ഥിച്ചു ദൈവഗീത പ്രകാരം. ഇപ്പൊ സ്തോത്രം കളത്തിലെ രൂത്ത്. അപ്പൊ ഇതിനെക്കുറിച്ച് അടിസ്ഥാന ഉപദേശമാണ് 4 കളത്തിലെ രൂത്ത്, സ്തോത്രം മോവാബിലെ രൂത്ത്, സ്തോത്രം വയലിലെ രൂത്ത്, കളത്തിലെ രൂത്ത്, സ്തോത്രം ബോബോസിന്റെ വീട്ടിൽ രൂത്ത്. ഈ 4 ഉപദേശത്തെയും കുറിച്ച് സംസാരിക്കണമെങ്കിൽ സ്തോത്രം അതിന്റെ സമയം മുമ്പിൽ നമുക്കില്ലല്ലോ. ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ട് ഞാൻ ചുരുക്കത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അവസാനം ഇനി ഞാൻ പ്രസംഗ വിഷയത്തോട്ടായിട്ട് കയറുന്നത്. ദൈവം ഇതുവരെയും അതിന്റെ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നതേ ഉള്ളൂ. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ ഈ രൂത്ത് സ്തോത്രം വായിച്ച് താഴോട്ട് വായി. പൊയ്ക്കൊള്ളുക മകളെ എന്ന് അവളോട് പറഞ്ഞു. അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുക്കി. ഭാഗ്യവശാൽ അവൾ എലീമേലെക്കിന്റെ കുടുംബക്കാരനായ ബോവസിനുള്ള വയലിലായിരുന്നു ചെന്നത്. മതി. ദൈവത്തിന് സ്തോത്രം. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ ജാതികമായിരുന്ന സഹോദരി ഇപ്പൊ ഭാഗ്യവശാല് ഇപ്പൊ എവിടെയാ വന്നത്? അവള് സ്തോത്രം അമ്മാവിയമ്മയോട് യഹൂദയിൽ വന്നു, അവിടുത്തെ ബെത്ലഹേമിൽ വന്നു. പിന്നെ ഇത് അവിടുത്തെ അടങ്ങിയിരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവർ എന്താ ചെയ്തത്? ദൈവത്തിന്റെ സ്തോത്രം. അവൾ പറഞ്ഞു, നമുക്കിനി യോജീനത്തിന് വഴിയില്ല, ലോകപ്രകാരം നമുക്കിനി ഇറങ്ങിയേ പറ്റുകയുള്ളൂ.
അപ്രകാരം ഈ സഹോദരി ഇറങ്ങുവാനിടയായി. നമ്മൾ വായിച്ചു കേട്ടുവല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇറങ്ങിയപ്പോൾ സ്തോത്രം ഇറങ്ങി അങ്ങനെ കറ്റ പറക്കുവാൻ വേണ്ടി ഭാഗ്യവശാല് അവൾ എവിടെയാ ചെല്ലുന്നത്? തൻ്റെ ചാർച്ചക്കാരനും കുടുംബക്കാരനുമായ ബോവോസിന്റെ വയലിലേക്കാണ് ഇറങ്ങിയത്. അപ്പോൾ ബോവോസ് അവിടെ പറയുകയാണ്, സ്തോത്രം ഇതാ അവിടെ ആ വയലിൽ ആരൊക്കെ ഉണ്ട്? സ്തോത്രം അവിടെ നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. എങ്കിലും ഞാനൊന്ന് ഓട്ടിച്ച് പറയട്ടെ. വയലിൽ ദൈവത്തിന് സ്തോത്രം വയലിലുള്ളത് ബാല്യക്കാരുണ്ട്, സ്തോത്രം ബാല്യക്കാരത്തികളുണ്ട്, കൊയ്ത്തുകാരുണ്ട്, സ്തോത്രം ഭൃത്യനുണ്ട്, അവിടെ ബോവേഴ്സ് ഉണ്ട്. അപ്പോ ഈ വയലെന്ന് പറയുന്നത് 5 അംഗം 5 മിനിസ്ട്രി എന്നാണ് ആത്മീയ രീതിക്കാണ് ഞാൻ വ്യാഖ്യാനിക്കുന്നത്. 5 മിനിസ്ട്രിയായി സ്തോത്രം വേർതിരിച്ചിട്ടുള്ള ഒരു സഭയിലാണ്, അല്ലെങ്കിൽ ആ വയലിലേക്കാണ് ഇതാ രൂത്ത് പോകുന്നത്. അവിടെ പാടുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, ദൈവവചനം അറിയിക്കുന്നവരുണ്ട്, പിന്നെ ആത്മാവിൽ ആരാധിക്കുന്നവരുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിടെ മധ്യത്തിൽ ആരും കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്തോത്രം എൻ്റെ പിതാക്കന്മാര് ദൈവസന്നിധി വെറുക്കപ്പെട്ട ഒരു വ്യക്തി, സ്തോത്രം വെറുക്കപ്പെട്ട ഒരു സ്തോത്രം വെറുക്കപ്പെടേണ്ട അവസ്ഥയിലേക്ക് അവർ ഹല്ലേലൂയ സ്തോത്രം ആ തലമുറ ആയിത്തീർന്നു. ആ തലമുറയിൽ നിന്നാണ് ഞാൻ വന്നത്. അതുകൊണ്ട് എനിക്കിനി ഈ പാടുന്നവരോടുകൂടെ സ്തോത്രം നിൽപ്പാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് അവൾ ഈ പാടുന്നവരെ ശ്രദ്ധിപ്പാൻ വേണ്ടി എന്താ ചെയ്തു? ആലയത്തിന്റെ അല്ലെങ്കിൽ ആ വയലിന്റെ ഒരു ഹല്ലേലൂയ അവിടെ സൈഡിലേക്ക് ചെന്നിരുന്ന ഇവരൊക്കെ എന്താ ഈ ദൈവസഭയിലുള്ള അല്ലെങ്കിൽ ഈ കൊയ്ത്തുകാരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് അവൾ ആദ്യം നോക്കുവാനിടയായി. നോക്കിയിട്ട് തൻ്റെ സ്തോത്രം ബോവസിന്റെ മേളാലനായ സ്തോത്രം ആ വ്യക്തിയോട് സ്തോത്രം രൂത്ത് ചോദിച്ചു, ഞാൻ ഈ വയലില് ഒന്ന് ഇറങ്ങി സ്തോത്രം കാല പറക്കിക്കൊള്ളട്ടെ എന്ന് ചോദിപ്പാനിടയായി. ദൈവത്തിന്റെ വൈതലേ, നിന്നെ എന്നെയും വിളിച്ച് ഈ വയലിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി നാം ഇടവിൽ നിൽക്കണം, മറ്റുള്ളവരോട് സുവിശേഷം പറയണം. എന്നെ കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ആരുടെ മുമ്പിലും മടിക്കരുത്. ഏത് മതക്കാരനായിരുന്നാലും, ഏത് ഒരു വ്യക്തിയായിരുന്നാലും, ഏത് സമുദായക്കാരനായിരുന്നാലും, ഏത് കുട്ടികളായിരുന്നാലും അവരോട് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ സുവിശേഷം വിളിച്ചു പറയണം. യേശു രക്ഷിക്കുന്നവനാണ്, യേശു അവൻ വിടുവിക്കുന്നവനാണ്. അവൻ ഹല്ലേലൂയ ഞങ്ങളുടെ ആലയത്തില് ഇപ്രകാരം ദൈവത്തെ ആത്മാവിന് സത്യത്തിൽ ആരാധിക്കുന്ന ചില ദൈവവൈദ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട് എന്ന് ദൈവദാസനുണ്ട് എന്ന് നിങ്ങൾ വിളിച്ചു പറയണം. ഒരു മടിയും കൂടരുത്. അവിടെ നിങ്ങൾ വിളിച്ചു പറയുന്നവരായിരിക്കണം. അപ്പോൾ ഇതാ രൂത്ത്, ഹല്ലേലൂയ ഇവിടെ കാണുന്ന രൂത്ത് എന്താ ചെയ്യുന്നു? അവൾ ദൈവത്തിന് സ്തോത്രം ആരും ഒന്നും കാണണ്ട എന്ന് പറഞ്ഞ് ഇതാ സ്തോത്രം ഹല്ലേലൂയ അവിടേക്ക് ചെല്ലുവാനിടയായി. പക്ഷെ ഒരിടത്ത് മാറിയിരുന്നാൽ അവളെ കാര്യം നടക്കുമോ? അവൾ അവസാനം ആലോചിച്ചു, ഇനി ആ ഭൃത്യനോടൊന്ന് ചോദിക്കണം, എനിക്ക് കാല പറക്കണം. ദൈവത്തിന് സ്തോത്രം. എനിക്ക് വൈകുന്നേരം എൻ്റെ അമ്മാവിയമ്മയുടെ അടുത്ത് മടങ്ങിപ്പോകുമ്പോൾ എനിക്ക് ചില നന്മകളും കൊണ്ട് പോകണം. ദൈവത്തിന് സ്തോത്രം. അത് സ്തോത്രം ഞാൻ ചോദിച്ചില്ല എങ്കിൽ എനിക്ക് ആ നന്മ ലഭിക്കുകയില്ല. ആ ഭൃത്യനോട് സംസാരിച്ചില്ല എങ്കിൽ എനിക്ക് ആ നന്മ ലഭിക്കുകയില്ല എന്ന് അവൾക്ക് പൂർണ്ണമായിട്ട് അറിയാം. പക്ഷേ ആ ഭൃത്യനോട് ചെന്ന് സംസാരിപ്പാനിടയായി. അവൻ താൻ പറഞ്ഞു, നീ കാല പറക്കിക്കൊള്ളുക. പ്രിയ പൈതലെ സ്തോത്രം, അതിന്റെ 7-ാം അധ്യായം വായിച്ചു. ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റകളുടെ ഇടയിൽ പിറക്കിക്കൊള്ളട്ടെ എന്ന് അവൾ ചോദിച്ചു. അങ്ങനെ അവൾ കാലത്ത് വന്ന് ഇതുവരെ പിറക്കിക്കൊണ്ടിരിക്കുന്നു, വീട്ടിൽ അല്പനേരമേ താമസിച്ചുള്ളൂ എന്ന് ഉത്തരം പറഞ്ഞു. ബോവസ് രൂത്തിനോട്, കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട. മതി. ദൈവത്തിന് സ്തോത്രം. ഇതാ നല്ലൊരു വാർത്തയാ. കാരണം യഹൂദന്മാരുമായിട്ട് ഈ സ്തോത്രം ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, സ്തോത്രം മോവാബിയരുമായിട്ട് ഒരു സമ്പർക്കമില്ല. എന്നാൽ അവർ വയലിലേക്ക് വന്നപ്പോൾ, ദൈവത്തെ ആരാധിക്കുന്ന ഉടമത്തിൽ വന്നപ്പോൾ അവരുടെ നിറത്തിന് മാറും. സ്തോത്രം അവളുടെ രക്തം ചുവപ്പ് തന്നെയാണ് എങ്കിലും അവളുടെ ജീവിതത്തിന്റെ ശൈലി മാറുവാനിടയായി. അവരുടെ ജീവിതത്തിന്റെ ഹല്ലേലൂയ ജീവിതത്തിന്റെ നിരാശ മാറി. ഇപ്പോൾ ആരുടെ അടുത്താണ് പോയിരിക്കുന്നത്? ബോവോസിന്റെ അടുത്താ. ഇത് സ്തോത്രം ദൈവത്തെ ആരാധിക്കുന്നവന്റെ അടുത്താ, ദൈവത്തെ സ്തുതിക്കുന്നവന്റെ അടുത്താ ആര് പോയി? രൂത്ത് പോയിരിക്കുന്നത്. അവൻ രൂത്തിനോട് ഇതാ ഹല്ലേലൂയ സ്തോത്രം ബോവസിന്റെ ഭൃത്യനോട് സ്തോത്രം ഈ രൂത്ത് യുവതിയായ സ്ത്രീ ആരെന്ന് ചോദിച്ചപ്പോൾ അവർ ഇന്നയാളുടെ മകളാണ് എന്നൊക്കെയും താൻ പറയുവാനിടയായി. അപ്പോഴാണ് പറഞ്ഞത്, മകളെ, നീ ഹല്ലേലൂയ ഇവിടെ തന്നെ കാല പറക്കിക്കോണം കേട്ടോ മോളെ എന്ന് പറയുവാനിടയായി. പ്രിയ ദൈവമേ,
ഇന്ന് ഈ രാത്രികാലം ഞാൻ ഒന്ന് പറയട്ടെ, നീ പലതിലും വേദനപ്പെടുന്ന വ്യക്തിയായിരിക്കാം, പലതിലും നീ നിരാശപ്പെടുന്ന വ്യക്തിയായിരിക്കാം. ഒരുപക്ഷെ എന്നെ ആരും കാണുന്നില്ലല്ലോ, എൻ്റെ ശൂന്യത ആരും അറിയുന്നില്ലല്ലോ, എന്നെ ഒറ്റപ്പെടുത്തുന്നല്ലോ എന്ന് പറഞ്ഞൊക്കെ നിരാശപ്പെട്ടിരുന്നേക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്നത്, നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹാഗർ പറഞ്ഞു, ഈ മരുഭൂമിയില് എന്നെ കാണുന്ന ഒരു ദൈവമുണ്ടല്ലോ എന്ന് വിളിച്ചു പറയുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അവൾ തൻ്റെ കുഞ്ഞിന്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവളെ മരുഭൂമിയില് അവൾ കരയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കരയുന്നവനോട് മുമ്പിൽ കർത്താവ് മറികടന്നു പോകുന്ന ദൈവമല്ല, കണ്ണീര് കണ്ടിട്ട് അതിന് പരിഹാരം വരുത്തുന്ന ദൈവമാണ് എൻ്റെ ദൈവം. പക്ഷെ നീ എന്ത് ചെയ്യണം? നീ ദൈവത്തിൽ സമർപ്പിക്കണം. അല്ല, നിന്റെ വേദന നീ തന്നെ കൊണ്ട് ചുമന്നാൽ, നിങ്ങൾ തന്നെ കൊണ്ട് ചുമന്നാൽ, ഞാൻ കൊണ്ട് ചുമന്നാൽ, അത് നമുക്ക് അവസാനം നിരാശയിലും ദുഃഖത്തിലും തീരാ രോഗത്തിലും തീരാ വ്യാധിയിലേക്ക് നമ്മൾ ഒരുപക്ഷെ കൊണ്ട് ഒതുക്കിയേക്കാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നീ ഒന്ന് ചെയ്യണം, ദൈവത്തിൽ നീ സമർപ്പിക്കണം, ദൈവത്തിൽ നീ സമർപ്പിക്കണം. ദൈവത്തിന് സ്തോത്രം. പിന്നെ അതിന്റെ 10-ാം വാക്യം വായിച്ചാണ്. എന്നാറേ അവൾ സാഷ്ടാംഗം വീണ് അവനോട്, ഞാൻ അന്യദേശക്കാരത്തി ആയിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്കെന്നോട് ദയ തോന്നിയത് എങ്ങനെയെന്ന് പറഞ്ഞു. ബോവസ് അവളോട്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മായി അമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. മതി. ദൈവത്തിന് സ്തോത്രം. ഇതാ അമ്മ ആ സ്തോത്രം തന്റെ സ്വദേശത്തെ വിട്ടു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ പറയേണ്ട നേരത്തെ അല്പം പറഞ്ഞുപോയി. ദൈവത്തിന് ക്ഷമിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇതാ സ്വദേശത്തെ വിടുവാനിടയായി, പിതൃഭവനത്തെ വിടുവാനിടയായി, മാതാപിതാക്കളെ വിടുവാനിടയായി. വിട്ടിട്ട് അവൾ ഇപ്പോൾ ഇതാ ബോവോസിന്റെ വയലിലേക്ക് വന്നപ്പോൾ ബോവോസ് എന്താ പറയുന്നത്? നിന്നെ സ്തോത്രം രൂത്ത് ബോവസിനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്നോട് ഇത്രയും കരുണ കാണിപ്പാൻ, ഇത്രയും ദയ കാണിപ്പാൻ ഹല്ലേലൂയ ഞാൻ ആര് എന്ന് ചോദിപ്പാൻ. കാരണം ഇവിടെ മറ്റ് ബാല്യക്കാരുണ്ട്, ഇവിടെ മറ്റ് ആരാധിക്കുന്നവരുണ്ട്, ദൈവത്തെ സ്തുതിക്കുന്നവരുണ്ട്, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, പ്രബോധനം പറയുന്നവരുണ്ട്, ദൈവത്തിന് സാക്ഷ്യം പറയുന്നവരുണ്ട് ഈ ആലയത്തില്, അല്ലെങ്കിൽ ഈ സ്തോത്രം, ഈ സ്തോത്രം, ഈ വയലിൽ ദൈവത്തിന് സ്തോത്രം ദൈവവചനം അറിയിക്കുന്ന ദൈവദാസന്മാരുണ്ട്. പക്ഷേ അവർക്കാർക്കുമില്ലാത്ത സ്നേഹം നിനക്ക് എന്നോട് കാണിപ്പാൻ തോന്നിയല്ലോ എന്ന് പറഞ്ഞ് ഇതാ ബോവസിനോട് ആമേൻ സ്തോത്രം ഇതാ അവള് ഹാലിൽ സാഷ്ടാംഗം വീണ് ആമേൻ ഹാലിൽ ചോദിക്കുന്ന ചോദ്യമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. അവിടെ നിന്ന് എനിക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ആ ഭാഗത്ത് പിന്നെയും വിടുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം. അവൻ സ്തോത്രം ബോവോസ് പറയുകയാണ്, ആമേൻ ഹാലിൽ നിന്നോട് ഇത്ര ദയ കാണിപ്പാൻ നീ ഒന്ന് ചെയ്തു. നിന്റെ അമ്മയോട് നീ പറ്റി നിന്നു, നീ ദൈവത്തോട് പറ്റി നിന്നു, നിന്റെ ദേശത്തെ വിട്ട് നീ ഇവിടെ വന്നു, നീ അറിയാത്തൊരു ജനത്തിന്റെ അടുക്കലേക്ക് വന്നു, നീ അറിയാത്തൊരു രാജ്യത്തിലേക്ക് വന്നു, നീ അറിയാത്തൊരു സമുദായത്തിലേക്ക് വന്നു. പക്ഷെ നീ ജാതീയമായിരുന്ന നിന്നെ കൊണ്ട് എത്തിച്ചത് ദൈവമാണ് എന്നുള്ള കാര്യം നീ മറന്നു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബോവോസ് പറയുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. പിന്നെയും സ്തോത്രം 15-ാം അധ്യായം വായിച്ചാണ്. നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ പറയുകയാണ്, നീ ഇതൊക്കെ ചെയ്തു. സ്തോത്രം. നിനക്ക് നീ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ ക്ഷണം പ്രാപിച്ച് യഹോവയെ ആരാധിപ്പാൻ, യഹോവയെ സ്തുതിപ്പാൻ നീ ഇത്രയും ധൈര്യം കാണിച്ചല്ലോ. ജാതിയിൽപ്പെട്ട സഹോദരി, നീ ഇത്രയും നീ ഇത്രയും എന്റെ ജനത്തോട് ആരാധിപ്പാനും, എന്റെ ജനത്തോട് ചേർന്ന് നിൽപ്പാനും, എന്റെ ജനത്തോട് പ്രാർത്ഥിപ്പാനും, എന്റെ ജനത്തോട് ആവശ്യങ്ങളെ പറയുവാനും, അവരോട് കൂട്ടായ്മ കൂടുവാനും നിനക്കൊരു സന്മനസ് ദൈവം തന്നുവല്ലോ. ഹല്ലേലൂയ, നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഇതാ ഹല്ലേലൂയ, വയലിലെ രൂത്ത് ദൈവത്തിന് സ്തോത്രം. അവൾ അനുഗ്രഹപ്പെട്ടവളായി, അവളിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചവളായി അവൾ മടങ്ങുകയാണ്. അതിന്റെ രൂത്തിന്റെ പുസ്തകം പിന്നെയും 3-ാം അധ്യായം അതിന്റെ 3-ലേക്ക് വായിച്ചയിലേക്ക് മടങ്ങി വരാം. ആകയാൽ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക. മതി. ദൈവത്തിന്റെ സ്തോത്രം. അവിടെ വായിക്കുന്നത്, ആകയാൽ നീ കുളിച്ച് തൈലം പൂശി കളത്തിൽ ചെല്ലുക. ഈ കളത്തെ കുറിച്ച് അല്പം പറയുവാനുണ്ട്. അതിനു മുമ്പായിട്ട് ദൈവത്തിന്റെ സ്തോത്രം, കുളിക്കുന്നത് ഒരു വ്യക്തി, രക്ഷിക്കപ്പെട്ട വ്യക്തി എന്ത് ചെയ്യണം? അവൻ സ്തോത്രം സ്നാനപ്പെടണം. സ്നാനപ്പെട്ട വ്യക്തി എന്ത് ചെയ്യണം? ഞാൻ ചുരുക്കത്ത് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇതിൽ നിന്ന് ആത്മീയ സത്യം വളരെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അതെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല.
ഇതിൽ വലിയ പൊരുളുണ്ട്. ഞാൻ അതിലേക്ക് ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ രക്ഷിക്കപ്പെട്ട വ്യക്തി സ്നാനപ്പെടണം. സ്നാനപ്പെട്ട വ്യക്തി പരിശുദ്ധാത്മാവ് പ്രാപിക്കണം. പരിശുദ്ധാത്മാവ് പ്രാപിച്ച വ്യക്തി എന്ത് ചെയ്യണം? വസ്ത്രം മാറണം. ഈ വസ്ത്രത്തെക്കുറിച്ച് പറയുവാൻ എനിക്ക് നല്ലൊരു ആഗ്രഹമുണ്ട്. ദൈവത്തിന് സ്തോത്രം. വസ്ത്രം, ഇന്ന് അനേകം പേരുടെ വസ്ത്രങ്ങള്, ഞാൻ ആരെയും സ്തോത്രം നിരാശപ്പെടുത്തുവാൻ ഒന്നും പറയുന്നില്ല. ഇന്ന് ദൈവമക്കൾ എന്ന് പറയുന്നവരുടെ വസ്ത്രങ്ങൾ ഇന്ന് കാണുമ്പോൾ പലപ്പോഴും ദയനീയമായുള്ള അവസ്ഥയാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ രക്ഷിക്കപ്പെട്ടവൻ എങ്ങനെയാണ്, ലോകത്തുള്ള ജാതിയിൽപ്പെട്ടവരെങ്ങനെയാണ്, സമുദായക്കാരെങ്ങനെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു കാലഘട്ടമായി മാറുവാനിടയായി. വിശ്വാസക്കുളവും അതിൻ്റെ ഒട്ടും പുറകിലല്ല, അത് മുമ്പിലാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന ദൈവമക്കൾക്ക് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. നമുക്ക് കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 സ്തോത്രം. എന്നാൽ രക്ഷിക്കപ്പെട്ടവൻ സ്നാനപ്പെടുകയും സ്നാനപ്പെട്ടവൻ ഹല്ലേലൂയ വസ്ത്രം മാറുകയും ചെയ്യണമെന്ന് ഇവിടെ തിരുവചനം വായിക്കുകയാണ്. നമ്മുടെ സ്തോത്രം, യേശു ലോകത്തായിരുന്നപ്പോൾ നിക്കോദോമസ് ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ വരുവാനിടയായി. അവൻ തന്നോട് ചോദിച്ചു, സ്തോത്രം, ഗുരു, നീ നല്ല ഉപദേഷ്ടാവായി ദൈവത്തിൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് പറയുവാനിടയായി. അപ്പോൾ നീ എന്നെ നല്ലവനെന്ന് പറയുന്നതിന് ദൈവം മാത്രമല്ലയോ നല്ലവനുള്ളത് എന്ന് ഹല്ലേലൂയ അവിടെ നിക്കോദോമസിനോട് യേശു പറഞ്ഞു. പക്ഷേ നിന്നെക്കുറിച്ച് ഒരു കുറവ് പറയുവാനുണ്ട്. നീ എന്താ ചെയ്യണം? നീ സ്തോത്രം നീ ഹല്ലേലൂയ അവിടെ ദൈവത്തിന് സ്തോത്രം കാണുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. അവിടെ കാണുന്നത് സ്തോത്രം, നീ വെള്ളത്താലും പരിശുദ്ധാത്മാവാലും ജനിക്കണമെന്ന് യേശു പറയുവാനിടയായി. അപ്പോ ഒരുവൻ വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെടണമെന്ന് ഇത് വ്യക്തമായിട്ട് യേശു പറയുവാനിടയായി. ഇന്ന് അനേക സമുദായങ്ങൾ നോക്കുമ്പോൾ അവർ വെള്ളത്തിൽ ഇറങ്ങി സ്നാനപ്പെടുക എന്ന് പറയുമ്പോൾ അവർക്കൊരു ഒരു കുറവ് പോലെ. അത് ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തി, ഈ അല്ലെങ്കിൽ നാമധേയ ആരാധന നിൽക്കുന്ന വ്യക്തി, ജാതികമായ ആരാധന നിൽക്കുന്ന വ്യക്തി പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവന് ചിലവർക്ക് ചെറിയൊരു കാര്യമുണ്ട്. എന്നോട് ഈ ഇടയ്ക്ക് ഒരു വ്യക്തി പറയുവാനിടയായി, സഹോദരൻ മണി, നിങ്ങൾ ആരാധനയൊക്കെ നിങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നിങ്ങൾ നല്ല പാടുന്നവരാണ്, നിങ്ങൾ നല്ല പ്രാർത്ഥിക്കുന്നവരാണ്, നിങ്ങൾ നല്ല സാക്ഷ്യം പറയുന്നതാണ്, നിങ്ങൾ ദൈവദാസൻ നല്ലവണ്ണം വചനം പറയുന്ന ആളാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല, സ്തോത്രം എന്ന് പറയുവാനിടയായി. അത് ഞങ്ങൾക്ക് ഇത്തിരി പാടുകയില്ല. കാരണം നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ മനുഷ്യരൊക്കെ ഇല്ലയേ, അത് എൻ്റെ അല്പമൊക്കെ അത് ധരിക്കേണ്ടയോ? പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ മുഖത്തേക്ക് ഞാൻ ആരെയും ശാസിക്കുകയല്ല, ആരെയും ശിക്ഷണം ചെയ്യുകയല്ല, ആരോടും അപവാദം പറയുകയല്ല. പക്ഷെ ദൈവത്തിൽ ഇറങ്ങിത്തിരിച്ചവൻ ദൈവവൈതലാണെന്ന് ലോകം അറിയണമെങ്കിൽ നീ ചെയ്യേണ്ടത് വിശുദ്ധിക്ക് വേണ്ടി നിൽക്കേണ്ട സ്ഥാനത്ത് വിശുദ്ധനായി നിൽക്കണം. നീ ഇറങ്ങേണ്ട സ്ഥാനത്ത് നീ ഇറങ്ങണം. സ്തോത്രം ഡ്രസ് ചെയ്യേണ്ട സ്ഥാനത്ത് ഡ്രസ് ചെയ്യണം, മാന്യമായിട്ട് ചെയ്യണം. നീ വസ്ത്രം ധരിക്കേണ്ടത് മാന്യമായിട്ട് വസ്ത്രം ധരിക്കണം. അല്ലെങ്കിൽ നീ ഒരുങ്ങുന്നത് മാന്യമായിരിക്കണം. ഒരിക്കലും ബന്ധക്കോസുകാര് സ്തോത്രം കുറഞ്ഞ വസ്ത്രമല്ല, നല്ല വസ്ത്രം ധരിക്കണം. പക്ഷെ ഒരു കാര്യം ചെയ്യണം, നിന്റെ ശരീരം മൊത്തവും മറഞ്ഞതായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരെയും മുൻവിധി എഴുതുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ സ്തോത്രം ഈ രാത്രികാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു കുളിക്കുന്നവൻ അവൻ വസ്ത്രം മാറണം. ദൈവത്തിന് സ്തോത്രം. അവൻ കുളിച്ചാൽ മാത്രം പോരാ, തൈലം മാത്രം പൂശിയാൽ പോരാ, പരിശുദ്ധാത്മാവിൽ മാത്രം ആരാധിച്ചാൽ പോരാ. ഇതാ ദൈവവൈതലാണ് എന്ന് മറ്റുള്ളവർ നിന്നെ എന്നെ കാണുമ്പോൾ അവർ പറയണം, ഇവൻ ഒരു ദൈവവൈതലാണെന്ന് പറയണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. ഞാൻ സ്തോത്രം വായിച്ച ഒരു വാക്യം കൂടി വായിച്ച് അവസാനിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. വായിച്ച 3-ാം അധ്യായത്തിന്റെ 11-14 പെട്ടെന്ന് വായിച്ച. ആകയാൽ മകളെ, ഭയപ്പെടേണ്ട, നീ ചോദിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരാം. നീ ഉത്തമ സ്ത്രീ എന്ന് എന്റെ ജനമായ പട്ടണക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരൻ എന്നത് സത്യം തന്നെ. എങ്കിലും എന്നെക്കാൾ അടുത്ത ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. ഇല്ല 3:11-14. അങ്ങനെ അവൾ രാവിലെ വരെ അവന്റെ കാൽക്കൽ കിടന്നു. ഒരു സ്ത്രീ കളത്തിൽ വന്നത് ആരും അറിയരുതെന്ന് അവൻ പറഞ്ഞിരുന്നത് കൊണ്ട് ആളറിയാകും മുമ്പേ അവൾ എഴുന്നേറ്റു
നീ ധരിച്ചിരിക്കുന്ന പുതപ്പ് കൊണ്ടുവന്ന് പിടിക്ക എന്ന് അവൻ പറഞ്ഞു. അവൾ അത് പിടിച്ചപ്പോൾ അവൻ 6 ഇടങ്ങഴി യവവും അതിൽ അളന്നു കൊടുത്തു. അവൾ പട്ടണത്തിലേക്ക് പോയി. അവൾ അമ്മായിയമ്മയുടെ അടുക്കൽ വന്നപ്പോൾ, നിന്റെ കാര്യം എന്തായി മകളെ എന്ന് അവൾ ചോദിച്ചു. അവിടെ നിർത്തിയ ദൈവത്തിന്റെ സ്തോത്രം. അവിടെ കാണുന്നത് അവളിതാ കളത്തിൽ ചെന്ന് ഇപ്പൊ ആരുടെ അടുക്കലായിരിക്കുന്നത്? വീണ്ടെടുപ്പുകാരൻ ബോവോസിന്റെ അടുത്ത്. വീണ്ടെടുപ്പുകാരൻ ആരാണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവന്റെ പാദപീഠത്തിൽ ദൈവത്തിന്റെ സ്തോത്രം സദൃശവാക്യത്തിൽ വായിക്കുകയാണ്. സദൃശവാക്യം 31 ആ രാത്രി മുഴുവനും അവളെ വിളക്ക് കത്തിക്കൊണ്ടിരുന്നു എന്ന് ദൈവത്തിന്. അതാരാണ്? പരിശുദ്ധാത്മാവ്. അവൾ ദൈവത്തോട് കരഞ്ഞുകൊണ്ടിരുന്നു. അപ്രകാരം ഇതാ ഒരു രാത്രി മുഴുവനും ഇതാ സ്തോത്രം രൂത്ത് കരയുവാനിടയായി. ഒരു ആത്മീയ സത്യം ഞാൻ അവിടെ വിളിച്ചു പറയട്ടെ. അവൾ കരഞ്ഞു, ദൈവസന്നിധിയിൽ നെടുമ്പാട് വീഴുവാനിടയായി. ദൈവത്തോട് അവളെ എവിടെയാ വന്നിരിക്കുന്നത്? അവളിപ്പോ കളത്തിലാ വന്നിരിക്കുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിച്ച ഒരു ദൈവം ഇതിൽ വന്നിരിക്കുന്നത് ഇപ്പൊ കളത്തിലാ. കളത്തിലെന്താ? അവിടെ ദൈവത്തിന്റെ നന്മ കൊടുക്കുന്ന സ്ഥലം. അവിടെ ഹല്ലേലൂയ ആമേ പാത്രനെയും ആമേ നല്ല മണിയെയും വേർതിരിക്കുന്ന ഒരു സ്ഥലമാണ് സ്തോത്രം കളം. ദൈവത്തിന് സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ ദൈവത്തിന് സ്തോത്രം അതിന്റെ ഹല്ലേലൂയ 3-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുകയാണ് കർത്താവിന്റെ യേശുവിന്റെ കയ്യില് ഒരു വീശുമുറമുണ്ട്. അവൻ കളത്തെ മുറ്റും ഹല്ലേലൂയ വീശി ഹല്ലേലൂയ വെടിപ്പാക്കുന്നു എന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നല്ല മണിയെ അവൻ എന്ത് ചെയ്യും? ആമേൻ ഹല്ലേലൂയ കളപ്പുരയിലേക്ക് കൂട്ടും. ആമേൻ ഹല്ലേലൂയ പതിരിനെ അവൻ എവിടെ ഇടും? തീയിലേക്ക് ഇടുവാനിടയാവും. ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ ജീവിതമേ, നീ പതിരാണോ മണിയാണോ എന്ന് നീ തന്നെ ചിന്തിച്ചു നോക്കണം. നീ പതിരാണെങ്കിൽ അത് എവിടേക്ക് പോകും? തീയിലേക്ക് പോകും. നീ മണിയാണെങ്കിൽ നീ എവിടേക്ക് പോകും? നീ നിത്യതയിലേക്ക് എത്തുവാനിടയാകും. ഈ രാത്രികാലം നീ നിത്യതയിലേക്ക് വേണ്ടിയാണ് ഒരുങ്ങുന്നത്? അല്ല. ഈ ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് ഇറങ്ങി ഈ ലോകത്തിന്റെ ആഡംബരങ്ങൾ കഴിഞ്ഞ് അവൻ ജീവിതത്തെ തള്ളി നീക്കുന്ന നിനക്ക് ഒരുപക്ഷെ നിനക്ക് കിട്ടുന്നത് പിന്നെ തീരാത്ത ദുഃഖത്തിലേക്കും. ഒരുപക്ഷെ നീ ബന്ധക്കോസുകാരായിരുന്നേക്കാം, ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നേക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനായിരുന്നേക്കാം. പക്ഷേ വ്യവസ്ഥപ്രകാരം ഓടിയില്ല എങ്കില്, വ്യവസ്ഥപ്രകാരം നിന്നില്ല എങ്കില് ആമേ നീ പോകുന്നത് എവിടെ എന്നുള്ള കാര്യം ഒന്ന് ഈ രാത്രികാലം നിങ്ങൾ ചിന്തിച്ചാൽ നല്ലത്. ദൈവത്തിന് സ്തോത്രം. അത് നന്നാണെന്ന് എനിക്ക് തോന്നുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രികാലം നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് യേശുവിന്റെ മുഖത്തേക്ക് വീഴുക. എന്നെ കേൾക്കുന്ന ദേശനിവാസിയെ ആമേ ഹല്ലേലൂയ, നിങ്ങൾ പതിരിന്റെ കൂട്ടത്താണോ? നിങ്ങൾ മണിയുടെ കൂട്ടത്താണ് ആകുവാൻ ആഗ്രഹിക്കുന്നത്? ആമേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്നുവെങ്കിൽ ആമേ ഹല്ലേലൂയ വിശുദ്ധിയും ദൈവജനത്തോട് ആരാധിക്കുന്നുവെങ്കിൽ, അപ്പം നുറുക്കി കൂട്ടായ്മ ആചരിക്കുന്നുവെങ്കിൽ ആമേ നീ എവിടേക്ക് ചെല്ലും? നിന്റെ ജീവിതം വിശുദ്ധി ഉണ്ടെങ്കിൽ, നിന്റെ ജീവിതം അശുദ്ധി ഇല്ലാതെ കാക്കുന്നുവെങ്കിൽ, ഈ ലോകത്തുള്ള അശുദ്ധിയിൽ നിന്ന് മാലിന്യത്തിൽ നിന്ന് നീ ഒളിക്കുന്നുവെങ്കിൽ നിനക്ക് എവിടേക്ക് എത്താൻ കഴിയും? നിത്യത്തിലേക്ക് എത്തുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം കൂടി, സമയം മുമ്പിൽ പോയി. ദൈവദാസനോട് പറയാൻ ദൈവദാസ് അല്പം ക്ഷമിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം കൂടി. രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1. എന്നാൽ ബോവസ് പട്ടണവാതിൽക്കൽ ചെന്ന് അവിടെ ഇരുന്നു. ബോവസ് പറഞ്ഞിരുന്ന വീണ്ടെടുപ്പുകാരൻ കടന്നു പോകുന്നത് കണ്ടു. എടോ, ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ ചെന്ന് അവിടെ ഇരുന്നു. പിന്നെ അവൻ പട്ടണത്തിലെ മൂപ്പന്മാരിൽ 10 പേരെ വരുത്തി, ഇവിടെ ഇരിപ്പീൻ എന്ന് പറഞ്ഞു. അവരും ഇരുന്നു. അപ്പോൾ അവൻ മതി. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ ഒരു വീണ്ടെടുപ്പുകാരനെ കുറിച്ച്, കാരണം ഇനി ഞാൻ അതാണ് പറഞ്ഞത്. ബോവസിന്റെ സ്തോത്രം രൂത്ത്, സ്തോത്രം മോവാബിലെ രൂത്ത്, വയലിലെ രൂത്ത്, സ്തോത്രം കളത്തിലെ രൂത്ത്. ഇനി സ്തോത്രം താൻ വരുന്നത് എവിടേക്കെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ സ്തോത്രം ബോവസിന്റെ വീട്ടില്. ഇതാ ഒരു വീണ്ടെടുപ്പുകാരൻ ഇതാ ഇവിടേക്ക് വരികയാണ്. ദൈവത്തിന്റെ സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവ ഇതല്ലേ സ്തോത്രം. ഇതാ അവന് സ്തോത്രം. ഇതാ നഹോമി എലീലിമേക്കിലും അവൻ നഹോമിക്കും ഏറ്റവും അടുത്തൊരു ചാർച്ചക്കാരനുണ്ട്. അത് നാം വായിച്ച് ഇവിടെ പ്രിയ പൈതൽ വായിച്ച് കേൾപ്പിക്കാനിടയായി. ദൈവത്തിന്റെ സ്തോത്രം. അവൻ താൻ ഹല്ലേലൂയ തന്നെ സ്തോത്രം ബോവോസ് വിളിക്കുകയാണ്, മൂപ്പന്മാരെയും വിളിക്കുകയാണ്. അവരോട് പറഞ്ഞു, ഇതാ നഹോമിയുടെ വയല് വിൽക്കാൻ പോകുന്നു, നീ വാങ്ങണം, നീയാണ് ഏറ്റവും അടുത്ത ചാർച്ചക്കാരൻ. അപ്പോൾ ഹല്ലേലൂയ ഇതാ ഹല്ലേലൂയ സ്തോത്രം അടുത്ത ചാർച്ചക്കാരൻ പറഞ്ഞു, ഞാൻ വാങ്ങാം എന്ന് പറഞ്ഞു. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, ഒന്നുകൂടി ചെയ്യണം. സ്തോത്രം. വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വിടുന്നത്. നീ ഒന്നുകൂടി ചെയ്യണം. ദൈവത്തിന് സ്തോത്രം. ഒരു മരിച്ചവന്റെ ഒരു ഭാര്യയുണ്ട് രൂത്ത്, അവളെയും കൂടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, സ്തോത്രം, അവൻ പറഞ്ഞു, എനിക്കത് പറ്റുകയില്ല എന്ന് പറയുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. നിന്നെയും എന്നെയും കർത്താവ് ഈ ലോകത്തേക്ക് ദൈവം രക്ഷിച്ച് കൊണ്ടുവന്നു. ആമേൻ. ബോവസ് എന്ന വീട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ സമുദായത്തിനോ ആമേൻ ജാതികൾ നമ്മൾ നിൽക്കുന്ന ജാതി
ജാതിക്കോ നമ്മളെ രക്ഷിപ്പാൻ കഴിഞ്ഞില്ല. പക്ഷേ ദൈവത്തിന് അവിടെ നിന്ന് കൊണ്ടുവന്ന് വയലില് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്ന് ആ വയലിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിച്ച് നീ കളത്തിലേക്ക് വന്നു. കളത്തിൽ നിന്ന് ദൈവം നിനക്ക് അനുഗ്രഹം തന്നു. അവൾ ഒരു രാത്രി ഒരു പൽക്കാലം സ്തോത്രം അവളെ യാവ് പറക്കിയപ്പോൾ, അല്ലെങ്കിൽ അവളെ ഹല്ലേലൂയ കറ്റ പറക്കിയപ്പോൾ അവൾക്ക് കിട്ടിയത് വെറും ഹല്ലേലൂയ ഒരു പറ യാവായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ സ്തോത്രം ഇതാ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കരഞ്ഞപ്പോൾ അവൾക്ക് കിട്ടിയത് 5 മടങ്ങ് കൂടുതൽ, 6% 6 ഹല്ലേലൂയ പറ യാവ് കിട്ടുവാനായിട്ട്. ദൈവത്തില് നമ്മൾ അധ്വാനിക്കുന്നത് കൊണ്ട് ഒരിക്കലും കൂടുകയില്ല. ദൈവസന്നിധിയിൽ കരഞ്ഞാൽ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ, ദൈവസന്നിധിയിൽ നിന്ന് ഹല്ലേലൂയ ജാഗരിച്ചാൽ, സമയങ്ങൾ വേർതിരിച്ചാൽ അതുകൊണ്ട് നിനക്ക് നന്മ ഉണ്ടാകും. നിന്റെ തലമുറയ്ക്ക് നന്മ ഉണ്ടാകും, നിന്റെ ദേശത്തിന് നന്മ ഉണ്ടാകും, നിന്റെ സഭയ്ക്ക് നന്മ ഉണ്ടാകും എന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. എന്നാൽ അവിടെ പിന്നെയും ഇതാ ബോവോസിന്റെ കുടുംബത്തെ വീട്ടിലേക്ക് ഇതാ അടുത്ത ചാർച്ചക്കാരൻ, എനിക്കത് വീണ്ടെടുക്കുവാൻ കഴിയില്ല. ഞാൻ പറയട്ടെ, ന്യായപ്രമാണത്തിന് നമ്മെ രക്ഷിപ്പാൻ കഴിയില്ല. എന്നാൽ യേശുവിന് മാത്രമേ നമ്മെ രക്ഷിപ്പാൻ കഴിയുള്ളൂ. നമ്മുടെ വീണ്ടെടുപ്പാനായ യേശു കർത്താവ് കാലതാമസമില്ലാതെ നിന്നെ എന്നെ ചേർക്കാൻ വരുമ്പോൾ അവന്റെ മുമ്പില് നിർമ്മല കന്യയായി നിൽക്കണമോ? അവന്റെ വചനപ്രകാരം അവൻ അനുഭവം അനുഷ്ഠിച്ച് അവന്റെ കൃപപ്രകാരം അവന്റെ വീണ്ടെടുപ്പിനെ നോക്കിക്കൊണ്ട് ആ രാജ്യത്തിലേക്ക്, ആ നിത്യതയിലേക്ക് എത്തുവാൻ വേണ്ടി ആകാംക്ഷയോടെ ദൈവമായ കർത്താവ് നമ്മളെ ഏവരെയും നടത്തുവാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ സ്തോത്രം ഈ വചനസ്ഥാനത്ത് നിന്ന് ഞാൻ വിരാമം കുറിക്കാൻ ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നന്ദി. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദൈവവചന സന്ദേശം കേൾക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകി. പ്രത്യേകിച്ചും ദൈവസഭയിൽ ഒരു വീണ്ടെടുപ്പുകാരനെ വിളിച്ചറിയിക്കുന്ന ഒരു സന്ദേശം. ഈ വീണ്ടെടുപ്പുകാരൻ അവൻ്റെ അരികിലേക്ക് നാം ചെല്ലണമെങ്കിൽ ഒന്ന് കുളിക്കണം, സ്നാനപ്പെടണം ശരിയായ നിലയിൽ. 2 തൈലം പൂശണം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കണം. 3 വസ്ത്രം ധരിക്കണം. രക്ഷയുടെ വസ്ത്രമില്ലാത്ത ഏതൊരു വ്യക്തിയെയും കയ്യും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയുവാൻ ഇടയായിത്തീരും. ആയതിനാൽ വീണ്ടെടുപ്പുകാരൻ്റെ ആ വീണ്ടെടുപ്പിൻ്റെ നല്ലൊരു സന്ദേശം കേൾക്കുവാനിടയായി. മാത്രമല്ല, ഇവിടെ ഇതാ യാത്ര ചെയ്തു വന്ന രൂത്ത് അന്ന് തന്നെ നവോമിയോട് ചോദിച്ചു, ഞാൻ കളത്തിൽ ഞാൻ മണി പറക്കുവാൻ വേണ്ടി, കതിര് പറക്കുവാൻ വേണ്ടി ഞാൻ പോകട്ടെ എന്ന് ചോദിച്ച ചോദ്യത്തിന് നവോമി ഉടനെ പറഞ്ഞ മറുപടി, മകളെ നീ പോകുക. ഒരു നല്ല അമ്മായിയമ്മ, ഒരു നല്ല മരുമകൾ. ഇന്നൊക്കെയാണെങ്കിൽ മരുമകൾ വന്നാൽ ആദ്യത്തെ ദിവസം അമ്മായിയമ്മയോടുകൂടെ അടുക്കളയിൽ ഒരു ചെറിയ സഹായം ചെയ്യാൻ മരുമകൾ ചെന്നാൽ അമ്മായിയമ്മ പറയും, മക്കളെ നീ ഇവിടെ വരണ്ട, പുക കൊള്ളും, പൊടി കൊള്ളും, ചൂട് കൊള്ളും, നീ വേഗത്തിൽ അകത്ത് ചെന്നിരിക്കെ. 2ാമത്തെ ദിവസവും അങ്ങനെ തന്നെ പറയും. കുറേ കാലം കഴിയുമ്പോൾ പറയും, പാസ്റ്ററെ ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടി പ്രാർത്ഥിക്കണേ, ഞാൻ അകത്ത് കയറ്റിയിരുത്തി ഇപ്പോൾ പുറത്തിറക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഇവിടെ ഇതാ നവോമി ഇതാ രൂത്തിനോട് പറഞ്ഞു, മകളെ നിനക്ക് പോകാൻ താല്പര്യമായിട്ടാണ് നീ വന്നതെങ്കിൽ നീ കളത്തിലേക്ക് ചെല്ലുക. ഇന്ന് രാത്രിവേളയിൽ കേൾക്കപ്പെട്ട ദൈവത്തിൻ്റെ ആലോചന നമ്മുടെ അനുദിന ജീവിതത്തിന് പ്രയോജനകരവും നമ്മുടെ ആത്മീക ജീവിതത്തിന് തീരുമാനത്തിലേക്ക് നമ്മെ നയിക്കുന്നതുമാകയാൽ എല്ലാവർക്കും വേഗത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. കോർമെമ്പേഴ്സ് മുന്നോട്ട് കടന്നു വരാം. ഒരു പാട്ടിൻ്റെ ചില വരികൾ മാത്രം നമ്മൾ ചേർന്ന് പാടി അല്പസമയം കർത്താവിനെ മഹത്വപ്പെടുത്തി പ്രാർത്ഥനയോടും ആശീർവാദത്തോടും കടന്നു ചെല്ലാമല്ലോ. ഹല്ലേലൂയ. ആകാശത്തിൻ ശക്തി
ജനം പേടിച്ചു ജീവനായിരുന്നേ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചുന്ന ഒരുങ്ങി നിൽക്കാം. വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചുന്ന ഒരുങ്ങി നിൽക്കാം. വരുവതിൽ താമസമേറെയില്ല. മുത്താരങ്ങൾ തുടങ്ങി പോകെ വരെ ജനം കണ്ടോന്നി താഴ്വരയില്ലയോ. മുത്താരങ്ങൾ തുടങ്ങി പോകെ വരെ ജനം കണ്ടോന്നി താഴ്വരയില്ലയോ. ഒരു സ്വസ്ഥതയോടില്ല മനുഷ്യർക്ക് ഒരുങ്ങിയിടാം. ഒരു സ്വസ്ഥതയോടില്ല മനുഷ്യർക്ക് ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചുള്ള ഒരുങ്ങി നിൽക്കാം. വരുവതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചുള്ള ഒരുങ്ങി നിൽക്കാം. വരുവതിൽ താമസമേറെയില്ല. മേഘാരുടനായി വന്നിടുമേ 10,000 പേരിൽ സുന്ദരത്താം. മേഘാരുടനായി വന്നിടുമേ 10,000 പേരിൽ സുന്ദരത്താം. തന്റെ കോമള രൂപപ്പെട്ടാനെത്തിപ്പാൻ ഒരുങ്ങിയിടാം. തന്റെ കോമള രൂപപ്പെട്ടാനെത്തിപ്പാൻ ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചുള്ള ഒരുങ്ങിയില്ല. യേശുവിന്റെ വരവ് ഏറ്റവും ആശങ്കമായി. യേശുവിന്റെ വരവിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കി ഈ രാത്രിവേളയിൽ നമ്മുടെ പകരങ്ങളിലേക്ക് എത്തിക്കാം. ഇതുവരെ യേശുവിന്റെ വചനപ്രകാരം അനുസരിക്കുവാൻ കഴിയാതെ, സ്നാനമേൽക്കുവാൻ കഴിയാതെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുവാൻ കഴിയാതെ ഇന്ന് രാത്രികളെ നാം ആയിരിക്കുന്നു എങ്കിൽ ഇന്ന് രാത്രികളെ കർത്താവിനോട് പറയാം, കർത്താവേ അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. അവിടുത്തെ വചനത്തെ അനുസരിപ്പാൻ എനിക്ക് കൃപ നൽകണമേ. അവിടുത്തെ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. രക്ഷയുടെ വസ്ത്രം ധരിക്കപ്പെട്ട അനുഭവത്തിൽ അവിടെ തന്നെ കാക്കുമാറാകണമേ. വായി തുറന്നെല്ലാവരും ദൈവത്തിന് സ്തോത്രം. എല്ലാവരും അക്കരങ്ങളെ തട്ടി അല്പസമയം കർത്താവിന് മഹത്വം കൊടുത്താണ്. ഇന്ന് രാത്രിവേള ദൈവത്തിന്റെ വചനത്തിൽ കൂടെ നമുക്ക് ആവശ്യമായ നല്ല ആലോചനകളെ കർത്താവ് നമുക്ക് നൽകി തന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. Thank you, Jesus. Hallelujah. 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 യഹൂദ്യ ദേശത്തിലെ ബേത്ലഹേമിലെ താമസിക്കുന്ന യഹൂദ്യ സ്ത്രീയായ നവോമിയോട് കൂടെ നീ വന്നതുകൊണ്ട് കാര്യമായില്ല. ഇന്ന് രാത്രി വേള നമ്മോട് സ്വർഗം അരുളി ചെയ്യുന്നത്, ആകയാൽ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിലേക്ക് ചെല്ലുക. നീ മാനസാന്തരപ്പെടുക. നീ സ്നാനമേൽക്കുക. നീ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ രാത്രിവേള ഉണർന്ന് കർത്താവിന് സ്തോത്രം ചെയ്യാം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, യേശുവിന്റെ വരവേറ്റവും ആസന്നമായി. ഈ ലോകം ഇനി അധിക കാലം ഇങ്ങനെ മുന്നോട്ട് കടന്നു പോകുകയില്ല. ദൈവസഭ ഭൂമിയിൽ നിന്ന് വേർതിരിക്കപ്പെടുവാനുള്ള കാലം ആസന്നമായിരിക്കുകയാണ്. ആയതിനാൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഇന്ന് രാത്രിവേള നമ്മെ ഒരുക്കുന്ന നല്ല ആലോചന ഈ രാത്രി ദൈവം നമ്മെ കേൾപ്പിച്ചിരിക്കുമ്പോൾ ആ കേൾപ്പിക്കപ്പെട്ട ദൈവവചനത്തിന്റെ രാത്രി ശിരസാ വെച്ച് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാം. ഹല്ലേലൂയ. ഓൺലൈനിൽ ഞങ്ങളെ കേൾക്കുന്ന, ഞങ്ങളെ കാണുന്ന സഹോദരങ്ങളെ, ഇന്ന് രാത്രി വേളയിൽ പ്രസംഗകരുടെ പ്രസംഗം ധാരാളം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ശക്തമായി വാക്കുകൾ നന്നായി ഉപയോഗിക്കുന്ന പ്രസംഗകരുടെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാത്രി വേളയിൽ നിങ്ങൾ കേട്ടത് അങ്ങനെ ഒരു പ്രസംഗകന്റെ പ്രസംഗമല്ല. ഇന്ന് രാത്രി നിങ്ങൾ കേട്ടിരിക്കുന്നത് ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ അപകട സ്ഥലങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ്. ദൈവത്തിന്റെ സഭ ഈ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുവാൻ വേണ്ടി പോകുകയാണ്. ദൈവത്തിന്റെ വചനം നിവർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നീ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടായില്ല. നവോമിയുടെ കുടുംബം യഹോവയെ സേവിക്കുന്ന കുടുംബമാണ്. ആ കുടുംബത്തിൽ വന്ന് കയറിയവളാണ് രൂത്ത്. പക്ഷേ രൂത്തെ, നീ ശരിയായ നിലകളിൽ ദൈവവുമായൊരു ബന്ധം നിനക്ക് വേണമെങ്കിൽ,
നിനക്കൊരു വീണ്ടെടുപ്പ് സാധ്യമാകണമെങ്കിൽ നീ കുളിച്ചേ മതിയാകത്തുള്ളൂ. സഹോദര, സഹോദരി, ഇന്ന് രാത്രി ഒന്ന് പരിശോധിച്ചു നോക്കൂ. നീ യഥാർത്ഥമായി വചനപ്രകാരം സ്നാനം ഏറ്റൊരു വ്യക്തിയാണോ? നീ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണോ? രക്ഷയുടെ വസ്ത്രം നിനക്ക് ലഭിച്ചിട്ടുണ്ടോ? അതോ നീ ആത്മീയയായിട്ട് നഗ്നനാണോ, നഗ്നയാണോ? ഇന്ന് രാത്രി കർത്താവ് നിന്നോട് കരുണ കാണിച്ചിരിക്കുന്നു. ഈ രാത്രി കേൾക്കപ്പെട്ട ദൈവവചനത്തിന്റെ മുമ്പാകെ കളത്തിലേക്കൊന്ന് കടന്നു ചെല്ലാം. നീ എത്ര ഉന്നതനായാലും ഒരു വീണ്ടെടുപ്പ് സാധ്യമാകണമെങ്കിൽ വീണ്ടെടുപ്പുകാരൻ ഉള്ള കളത്തിലേക്ക് നീ എത്തിച്ചേരണം. ഇന്ന് രാത്രി നിന്റെ അരികിൽ ആ വീണ്ടെടുപ്പുകാരനുണ്ട്. നിൽക്കുന്ന സ്ഥലം, നീ ഇരിക്കുന്ന സ്ഥലം ആ വീണ്ടെടുപ്പിന് വേണ്ടി സ്വർഗം ഒരുക്കപ്പെട്ടിട്ടുള്ള ഒരു കളമാണ്. ഇന്ന് രാത്രി യേശുവിന് വേണ്ടി ഹൃദയങ്ങളെ തുറന്നു കൊടുക്കാം. യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഹൃദയംഗമായി കർത്താവിനോട് പറയാം, കർത്താവേ, അങ്ങന്റെ ജീവിതത്തിലേക്ക് വരണമേ. ഇതുവരെ സ്നാനമേൽക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവിനോട് പറയാം, യേശുവേ, ഞാൻ ഇന്ന് രാത്രി ശരിയായി സ്നാനമേറ്റ് കർത്താവിനോട് ചേരുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാത്തവരാരെങ്കിലും ഇന്ന് രാത്രിയിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി കർത്താവിനോട് പറ, സൗജന്യമായി അങ്ങ് നൽകുന്ന പരിശുദ്ധ ആത്മാവ്, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും പകരുന്ന ആത്മാവിനെ അങ്ങ് എൻ്റെ മേലൊന്ന് പകരണമേ കർത്താവേ എന്ന് പറഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിക്കൂ. കല്യാണ വസ്ത്രമില്ലാത്ത അവസ്ഥകൾ മാറിപ്പോകട്ടെ. രക്ഷയുടെ വസ്ത്രമില്ലാത്ത അനുഭവങ്ങൾ നമ്മെ വിട്ട് മാറിപ്പോകട്ടെ. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുകയാണ്. വിശേഷാൽ ഞങ്ങളുടെ സ്റ്റുഡൻസ് ഫെസ്റ്റിന്റെ ആദ്യ രാത്രിയിൽ ഞങ്ങളുടെ ഈ ആത്മീക യോഗത്തെ കർത്താവ് ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് നൽകി തന്ന ദൈവകരുണയ്ക്കായി സ്തോത്രം ചെയ്തു. പാടുവാൻ തന്റെ കുഞ്ഞുങ്ങളെ ദൈവം ബലപ്പെടുത്തി, ആരാധിപ്പാൻ ദൈവം തന്നെ മക്കൾക്ക് കൃപ നൽകി, വചനം സംസാരിപ്പാൻ, തിരുവെഴുത്തുകളെ വായിച്ചു കേൾപ്പിക്കുവാൻ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി കൊടുക്കുവാൻ എല്ലാം ദൈവം തന്നെ ജനത്തിന് കൃപ നൽകിയതിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി വേള ദൈവജനത്തെ അനുഗ്രഹത്തോടെ പറഞ്ഞയക്കുമാറാകണം. വിശേഷാൽ പിതാവേ, നാളെ പകൽക്കാലം രാവിലെ 9 മണി മുതൽ നടക്കുന്ന കുഞ്ഞുങ്ങളുടെ വിവിധങ്ങളാകുന്ന ആത്മീക വളർച്ചയ്ക്ക് ഉതകേണ്ട ഹല്ലേലൂയ ആത്മീക പരിശീലന കാര്യങ്ങളിലെല്ലാം ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും കൂടെ ഇരിക്കും. കുഞ്ഞുങ്ങളെല്ലാം കൃത്യസമയത്ത് എത്തിച്ചേരുവാൻ ദൈവം സഹായിക്കും. യൗവനക്കാരെല്ലാവരെയും ദൈവം കൂട്ടി വരുത്തണം. തുടർന്ന് ദൈവ സാന്നിധ്യം അനുഭവിച്ചു കൊണ്ടിരിപ്പാൻ ദൈവം കൃപ നൽകുന്നതിനായി സ്തോത്രം. മഹത്വം എല്ലാം അങ്ങെടുക്കണം. സകലത് ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു രക്ഷകന്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേട്ട് ഉത്തരമരളും സ്വർഗ്ഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാകുന്ന ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സംസർഗവും കൂട്ടായ്മയും കാവലും അനുഗ്രഹങ്ങളും നമ്മോടെല്ലാവരോടും ഓർത്തു പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും ഈ ആരാധനയെ സംബന്ധിച്ച് മടങ്ങുന്ന ദൈവജനത്തോടും വിശേഷാൽ വചനം സംസാരിച്ച പ്രിയ സഹോദരനോടും ഭൂലോകത്തിലെ സകല വിശുദ്ധന്മാരോടും ഇന്നു മുതൽ കർത്താവായ യേശുവിന്റെ മടങ്ങി വരവരിയ്ക്കുമാറാകട്ടെ. ആമേൻ. ചേർന്ന കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനത്തോടുകൂടെ ആയിരിക്കുക. ദൈവകൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. നാളെ വൈകുന്നേരമുള്ള ആരാധനയ്ക്ക് കൃത്യം 6:30 മണിക്ക് എല്ലാവരും എത്തിച്ചേരുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നാളെ പകൽ കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാംസുകൾ രാവിലെ 9 മണിക്ക് തന്നെ ആരംഭിക്കും. കൃത്യസമയങ്ങളിൽ കുഞ്ഞുങ്ങളെ എത്തിക്കുക. അധ്യാപകരും കൃത്യസമയങ്ങളിൽ എത്തിച്ചേരുവാൻ ദൈവനാമത്തിൽ നിങ്ങളെ